സന്തോഷം. നമ്മള് ഒരു വർഷം പറയുമ്പോൾ സാമ്പത്തിക വർഷം മാർച്ചിലാണല്ലോ അവസാനിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പുതുവർഷത്തിലേക്കുള്ള കാൽവയ്പ്പാണ് ഇനി, അല്ലെ? സാമ്പത്തിക വർഷം ഏപ്രിൽ 1 തുടങ്ങാണ്. അപ്പോ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ്, അതിനുള്ള അവസാന മിനുക്കുപണികൾക്കുള്ള മാസമാണ് മാർച്ച് മാസം. കഴിഞ്ഞ ദിവസം എന്ന് പറയാൻ പാടില്ല, ഇന്ന് രാവിലെയാണ് ശരിക്കും എൻ്റെ ക്ലോസിംഗ്. നമ്മൾ കഴിഞ്ഞ മാസത്തെ ബിസിനസ് ഫിനിഷ് ചെയ്ത് ഗ്രേറ്റ് ക്ലോസിംഗ്. 5 പുതിയ റോയൽറ്റി അച്ചീവേഴ്സ്, 2-3 സ്റ്റാർ അച്ചീവേഴ്സ്, ധാരാളം വൈറ്റൽ അച്ചീവ്മെന്റുകളും ഒക്കെ സഹിതം നല്ലൊരു ക്ലോസിംഗ് ആയിരുന്നു. തീർച്ചയായിട്ടും RCM വളരെ ശക്തമായിട്ട് വളരുകയാണ്. പുതിയ പുതിയ മാറ്റങ്ങൾ എന്നും എന്തെങ്കിലുമൊക്കെ നമുക്ക് എക്സൈറ്റ്മെന്റ് തരാൻ വേണ്ടി വരുന്നുണ്ട്. നമ്മളിതെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് മനസ്സിലാക്കുകയും നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉള്ള പൊട്ടൻഷ്യൽ ഈ സിസ്റ്റത്തിനുണ്ടെന്ന് ഇവരെ കൂടെ ഓർമ്മപ്പെടുത്തുകയും വേണം. RCMലേക്ക് വരുന്നവരെല്ലാവരും RCMയുടെ എന്തെങ്കിലും നേടാമെന്ന് വിചാരിച്ചിട്ടൊന്നും ആയിരിക്കില്ല വരുന്നത്. പക്ഷെ വന്നതിന് ശേഷം അവർക്ക് ഇതിന്റെ സാധ്യത മനസ്സിലാകുമ്പോഴാണ് അവർ തീരുമാനം എടുക്കുന്നത്. ഇന്ന് ഈ പ്രോഗ്രാമിൽ ആരെങ്കിലുമൊക്കെ കുറച്ചു പേരെങ്കിലും പുതിയ ആളുകൾ ഉണ്ടാവും എന്നറിയാം. എൻ്റെ ഒരു ചെറിയ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം. 8 മെമ്പേഴ്സ് ഉള്ള ഒരു കുടുംബത്തിലെ 6ാമത്തെ അംഗമാണ് ഞാൻ. 5 സഹോദരിമാരുണ്ട്, 3 സഹോദരങ്ങളാണ്, ആണുങ്ങളാണ് ഞങ്ങൾ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എയർഫോഴ്സിൽ ജോലി കിട്ടി. എനിക്ക് വളരെ അഭിമാനം ഉണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ വലിയ അസൂയയും എൻ്റെ വീട്ടുകാർക്കും വളരെ അഭിമാനം. ആലോചിച്ച് നോക്കുക, വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഗവൺമെന്റ് ജോലി, സെൻട്രൽ ഗവൺമെന്റ് ഡിഫൻസ്, ആരും ആഗ്രഹിക്കുന്നത്. ഇന്നും ഒരു ജോലി കിട്ടിയാൽ ആരും ആഗ്രഹിക്കുന്ന, ഒരു കാരണവശാലും ആ ജോലിയിൽ നിന്ന് ഇറങ്ങിപ്പോരണമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നമ്മളെല്ലാം ഗ്രേറ്റ് അപ്പലയൻ ഗോപകുമാർ സാറും ഞാനും, അതുപോലെ ഇന്ന് RCMൽ നിങ്ങൾ പരിചയമുള്ള സീനിയർ ലീഡേഴ്സിൽ ഡോക്ടർ രാജൻ സാറ്, ബിനു സാറ്, ബാബു സാർ തുടങ്ങിയ ആളുകളൊക്കെ എയർഫോഴ്സിൽ ഞങ്ങൾ സമകാലീനായിരുന്നു. അവരൊക്കെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഗോപകുമാർ സാറ് വളരെ സ്നേഹപൂർവ്വം നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ RCMൽ ജോയിൻ ചെയ്തത്. ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, RCMൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നാം എവിടെയായിരുന്നേനെ. 2006 കേരളത്തിൽ RCM കാണാൻ മാത്രമൊന്നുമില്ല. ഇവിടെ സ്റ്റാർ റൂബി സുജിത് സാറും അതുപോലെ കുറച്ച് സീനിയർ ലീഡേഴ്സും എല്ലാം കൂടെ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു അടിത്തറയിടാനുള്ള ശ്രമത്തിലായിരുന്നു 2005-6 കാലഘട്ടത്തിൽ. അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ 2006 വലിയൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ RCMന്റെ സാധ്യത എനിക്ക് മനസ്സിലായി. എയർഫോഴ്സിലെ ജോലി അവസാനിപ്പിച്ച് പൂർണ്ണമായി RCMലേക്ക് ഇറങ്ങാൻ ഞാൻ തീരുമാനിച്ചു. വേറൊരാളോട് ഞാൻ അഭിപ്രായം ചോദിച്ചില്ല. 6 വർഷത്തെ RCMന്റെ വളർച്ചയും എനിക്ക് എന്നിലുള്ള വിശ്വാസവും, ഈ 2 ഘടകങ്ങൾ മാത്രമായിരുന്നു അങ്ങനെ തീരുമാനമെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ നമ്മൾ 630 പേരുണ്ട്. എനിക്കറിയാം ഒരു 100 പേരുടെയെങ്കിലും ഇതിലേക്ക് വരും. ഏതൊരു കാര്യത്തിലും ആത്മാർത്ഥത പുലർത്തുക എന്ന് പറയുന്നത് സക്സസിന് വളരെ അത്യാവശ്യമാണ്. ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ പറയും സമയത്തിനെത്തണം. TCG പറയും, എന്ത് പറയും? സമയത്തിന് മുമ്പേ എത്തണം. സമയസേ പഹലയാണ്. പ്രോഗ്രാമിന് അദ്ദേഹം സമയം തന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് മുമ്പ് വരാറുണ്ട്. സമയത്തിനെത്തുക എന്നുള്ളതല്ല, അതിന് മുമ്പ് എത്തുക എന്നുള്ളതാണ്. എങ്കിലും മാത്രമേ നമുക്ക് അതിൽ നിന്നെല്ലാം കിട്ടും. അതുപോലെ നമ്മുടെ ഈ സംവിധാനത്തിന്റെ പ്രത്യേകത, പ്രോഗ്രാം കഴിയുന്നതിന് മുമ്പ് ഓടിപ്പോകുന്ന ഒത്തിരി ആളുകളെ കാണാറുണ്ട്. എത്ര വലിയ പ്രോഗ്രാം ആണെങ്കിലും അവസാനം അവര് തിരക്കിട്ട് ചാടി ഓടും. അങ്ങനെയല്ല, അവസാനം, ഏറ്റവും അവസാനം കഴിയുമെങ്കിൽ എല്ലാവരും യാത്രയാക്കിയിട്ട് പോകണം.
അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് ചില കാര്യങ്ങളെങ്കിലും വ്യത്യസ്തപ്പെടുത്താൻ കഴിയുന്നത്. അന്നത്തെ ആ പ്രോഗ്രാമിൽ നേരത്തെ എത്തുകയും അവസാനം വരെ ഇരിക്കുകയും ചെയ്തുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ മുഴുവൻ മനസ്സിലായി. ഞാനൊരു തീരുമാനമെടുത്തു, ക്വിറ്റ് മൈ ജോബ് ആൻഡ് ബി വിത്ത് RCM. ഞാൻ പറഞ്ഞു, ഞാൻ RCMൽ സജീവമാകുന്ന സമയത്ത് എൻ്റെ ടീമിൽ ആരൊക്കെ ഉണ്ടെന്നോ നാളെ ആരൊക്കെ എൻ്റെ ടീമിൽ വരുമെന്നോ എനിക്കറിയില്ലായിരുന്നു. എനിക്ക് അപ്ലൈനായിട്ട് ആരൊക്കെ ഉണ്ടെന്നോ ആരൊക്കെ എനിക്ക് സപ്പോർട്ട് തരാൻ പോകുന്നെന്നോ കമ്പനി ഇത്ര സ്ട്രോങ് ആണെന്നോ ഒന്നും എനിക്കറിയുമായിരുന്നില്ല. പക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പല ആളുകളും, പ്രത്യേകിച്ച് പുതിയ ആളുകൾ, ഒന്ന് അനലൈസ് ചെയ്യണം. എന്താണ് RCMന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്? എത്ര വളർന്നിരിക്കുന്നു. പറഞ്ഞാൽ നമുക്ക് എക്സൈറ്റ്മെന്റോട് മതിയാവില്ല. എത്ര പറഞ്ഞാലും നമുക്ക് ആ എക്സൈറ്റ്മെന്റ് കാരണം മതിയാവില്ല. സമയം തികയാതെ വരികയാണ്. ഇന്ന് ഇന്ത്യയിലൊട്ടാകെ 10-20,000-ഓളം RCMന്റെ ഔട്ട്ലെറ്റുകളുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള കണക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ RCMന്റെ സൈറ്റിൽ നോക്കിയാൽ ഒരു 7,000-8,000 ഒക്കെ ആയിരിക്കും കാണുന്നത്. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ 10,000-10,000 ഔട്ട്ലെറ്റ് എന്നൊക്കെ ആയിരിക്കും പറയുക. കാരണം സെയിൽസ് കുറവുള്ള, സ്റ്റോക്ക് കുറവുള്ള ഒരു ഷോപ്പ് RCMന്റെ ഷോപ്പായിട്ട് ആളുകൾ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ചെല്ലുന്ന ആളുകൾക്ക് RCMനെ കുറിച്ചുള്ള മതിപ്പ് കുറയും. അതുകൊണ്ട് ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റുകളെ കമ്പനി അത്രയധികം പ്രൊമോട്ട് ചെയ്യാറില്ല. ഒരു പർച്ചേസ് ഒക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ സിസ്റ്റത്തിൽ നോക്കിയാൽ കാണുകയുമില്ല. ഞാൻ പറഞ്ഞത് ഇത്രയധികം ഔട്ട്ലെറ്റുകൾ, പ്രൊഡക്റ്റുകളോ അനുദിനം നമുക്ക് ആവശ്യമുള്ള പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വന്നിരിക്കുകയാണ്. ഈ അടുത്ത ദിവസവും പുതിയ പ്രൊഡക്റ്റ് വന്നു. ഒന്നല്ല, അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രൊഡക്റ്റ് കേരളത്തിന് വേണ്ടി മാത്രം ലോഞ്ച് ചെയ്ത ഹൽവയാണ്. RCM 23 വർഷം പിന്നിട്ട് 24ാമത്തെ വർഷമാകുമ്പോൾ കേരളത്തിന് വേണ്ടി മാത്രം ഒരു പ്രൊഡക്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിൽ പല ആളുകളും നമ്മുടെ മഹത്വം മനസ്സിലാക്കിയിട്ടില്ല. ആനയ്ക്കാനയുടെ ബലം അറിയില്ല എന്ന് പറയില്ലേ, പറഞ്ഞു കേട്ടിട്ടില്ലേ? ആനയ്ക്ക് ഈ മുറം പോലെ 2 ചെവിയുള്ളതുകൊണ്ട് ഹിമാകാരമായ ശരീരം പുറമോട്ടുള്ള കാണത്തില്ല. അതുകൊണ്ട് ഈ മുമ്പിൽ നിൽക്കുന്ന അശുഖാത്രനായിട്ടുള്ള ആനക്കാരൻ എന്ന് വെക്കുമ്പോഴേക്കും ആന മിണ്ടാണ്ട് അവിടെ പേടിച്ച് നിൽക്കും. ആനയ്ക്ക് ആനയുടെ ബലം അറിയത്തില്ല എന്ന് പറയുന്ന പോലെ RCM തുടങ്ങി 24 വർഷമാകുമ്പോൾ ഈ കൊച്ചു കേരളത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം RCM ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ചീനിച്ചട്ടിയിലിട്ട് വറുത്ത് കോരി തരുന്നതാണോ? എത്ര വലിയ സൗകര്യങ്ങളോട് കൂടിയാണ് കേരളത്തിൽ മാത്രം ബിസിനസ് ചെയ്യാമെന്ന് കണക്കാക്കി ഈ 10-20,000 ഔട്ട്ലെറ്റുകളുള്ള RCM കേരളത്തിലെ 1,500 ഔട്ട്ലെറ്റുകളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട്, 1,500 എന്ന് പറഞ്ഞാൽ 1,500 പേര് എന്തെങ്കിലും വാങ്ങിക്കുമോ? ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് വേണ്ട അത്യാവശ്യം സാധനം കിട്ടുന്ന കടകൾ ഇതിലൊരു 500-600 ഉള്ളൂ. അത്രയും ഔട്ട്ലെറ്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രം കമ്പനി കേരളത്തിന് വേണ്ടി മാത്രം ലോഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു പൊട്ടൻഷ്യൽ എന്താ തിരിച്ചറിയണം. ആ പ്രൊഡക്റ്റ് അറിയാമല്ലോ അല്ലേ ആളുകൾക്ക്? ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റൈസ് ചെയ്യൂ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ പേരൊന്ന് എഴുതി നോക്കൂ. കിട്ടാത്തവർ അറിയട്ടെ. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് അതിന് നോക്കുകയായിരുന്നു. ഹേമന്ത് സാർ അല്ലെങ്കിൽ സുജിത് സാർ കൂടെ ചേർന്നിട്ടുണ്ട്. ആ വീഡിയോ ആരൊക്കെ ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റുമോ? കിട്ടി 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 യെസ്, കിട്ടിയവർ ഒത്തിരി പേരുണ്ട്. കിട്ടിയവരെക്കാൾ കൂടുതൽ കിട്ടാത്തവരാണെന്നുള്ളതാണ് എന്തായാലും പറയാ, ദയനീയം എന്ന് പറയാമോ? അല്ലേ? അങ്ങനെ പറയുന്നതാണ് ശരി. അങ്ങനെ പറയേണ്ടി വരും. കാരണം നമ്മൾ RCMലാണ് 100% പ്രൊഡക്റ്റ് യൂസ്. RCMൽ അതാ കാണിക്കുന്നുണ്ട്. യെസ് 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 കാണിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. ശ്രീശൻ സാർ അത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കാണിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ PPT കാണിക്കണം. അപ്പോഴാണ് ആൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാകും. യെസ്, കുറേ അധികം ആളുകൾ ഹാൻഡ് റൈസ് ചെയ്തു. വളരെ സന്തോഷം. നമ്മൾ 735 പേരുണ്ട്. പക്ഷെ ഹാൻഡ് റൈസ് ചെയ്ത ആളുകൾ നോക്കുക എത്ര പേരുണ്ട്, ഹാൻഡ് റൈസ് ചെയ്യാത്തവർ എത്രയുണ്ട്. ഗുഡ് ഡോട്ട് ഹൽവ ഒരു സ്വീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് സ്വീറ്റ്. എപ്പോഴാണ് സ്വീറ്റ് കഴിക്കാൻ പറ്റുന്നത്? എപ്പം വേണമെങ്കിലും കഴിക്കാം, അല്ലേ?
ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഒരു സ്പൂൺ സ്വീറ്റ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ സ്വീറ്റിന്റെ പ്രത്യേകത എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും ലൈഫുള്ള 12 മാസം ലൈഫുള്ള ഒരു സ്വീറ്റ് ഒരു പക്ഷേ ലോകത്ത് തന്നെ വേറെ ഉണ്ടാവില്ല. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. സുജിത് സാറിനെ ഒന്ന് കോഹോസ്റ്റ് ആക്കണം. രണ്ടാമത്തെ കാര്യം, ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു സ്വീറ്റ് ഒന്നെങ്കിൽ നമ്മൾ തയ്യാറാക്കിയത് വാങ്ങണം, അല്ലെങ്കിൽ തയ്യാറാക്കണമെങ്കിൽ കുറച്ചധികം പ്രയാസപ്പെടേണ്ടി വരും അല്ലേ? നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു സ്വീറ്റ് തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ അത്ര എളുപ്പമല്ലല്ലോ. എന്നാൽ ഈ സ്വീറ്റിന്റെ പ്രത്യേകത 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ സ്വീറ്റ് തയ്യാറാക്കാം. ആ കണ്ടെയ്നർ ഓപ്പൺ ചെയ്യുക, അത് സീൽഡ് കണ്ടെയ്നറാണ്. ഓപ്പൺ ചെയ്യുക, അതിൽ നിന്ന് ആവശ്യത്തിന് മാത്രം എടുത്ത് ഒരു ചെറിയ പാനിലേക്ക് ഇട്ട് ചൂടാക്കി സെർവ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സൗകര്യവും ആസ്വാദനത്തിന്റെ ലെവലും ഒക്കെ അനുസരിച്ച് അതിനകത്ത് വല്ലോ കിസ്മിസോ കാഷോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അതൊന്നും ചേർത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഭംഗിയാവും, നല്ല ടേസ്റ്റിയാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നാൽ ഒരു സ്വീറ്റ് കൊടുക്കാനുള്ള സംവിധാനം മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാം സ്വീറ്റ്. പക്ഷെ എത്ര സുരക്ഷിതമാണ് ആലോചിക്കണം. കളറും പ്രിസർവേറ്റീവും ഒക്കെ ചേർത്തിട്ടല്ലാത്ത ഒരു സ്വീറ്റ് ഇന്നത്തെ സാഹചര്യത്തിൽ കിട്ടാൻ പ്രയാസമാണ്. കിട്ടുകയെന്ന് ഞാൻ പറയില്ല. RCM ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുമ്പോൾ അതുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അപ്പം അത്തരത്തിലുള്ള സ്വീറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷേ എൻ്റെ അറിവിൽ ഇത്രയും സാർവത്രികമായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്വീറ്റ് ഉണ്ടാക്കി തരുന്ന മറ്റൊരു സംവിധാനം എൻ്റെ അറിവിലില്ല. ആൻഡ് പീപ്പിൾ സ്റ്റാർട്ടഡ് എൻജോയിങ്. കേരളത്തിൽ 6 ഡിപ്പോയിലും അത് ധാരാളം എത്തിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ PUCയിൽ ആവശ്യപ്പെട്ടാലേ അവർ കൊണ്ടുവരും. കാരണം PUCക്കാർക്ക് ഇപ്പോഴും ധൈര്യം വന്നിട്ടുണ്ടാവില്ല. PUCക്കാർ അറിഞ്ഞിട്ടും ഉണ്ടാവില്ല കേട്ടോ. കാരണം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കണം, എന്നാലല്ലേ ഇത് അറിയുള്ളൂ. ഇത് രണ്ടുമില്ല. കാരണം നമ്മളൊരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 1000 പേർക്ക് പങ്കെടുക്കാവുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നമ്മൾ 773 പേരായി. യൂട്യൂബിൽ ഇത് അറ്റൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് ആളുകളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പേരുടെയൊക്കെ കാണും. പക്ഷേ 80,000-ലധികം അസോസിയേറ്റ് ബയേഴ്സ് കേരളത്തിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ട്. 1500 ഔട്ട്ലെറ്റുകളുണ്ട്. പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവർക്ക് ഈ ഔട്ട്ലെറ്റിൽ എത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഔട്ട്ലെറ്റുകാർ ഇതിനെക്കുറിച്ച് വണ്ടർവേൾഡ് വണ്ടർവേൾക്കൊക്കെ PUC നടത്തുന്ന ആളുകൾ ഇത് അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ റിയൽ പ്രൊമോഷൻ നടക്കുകയുള്ളൂ. അവർ പ്രൊമോട്ട് ചെയ്യണം. കൊരസാറ് പറയുന്നു ഇതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. യെസ്, ന്യൂട്രീഷ്യസ് ആണ്. 100 ഗ്രാമിൽ 500 ഗ്രാമിന്റെ കണ്ടെയ്നറാണ്. അതിനകത്ത് 46 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഒരു 100 ഗ്രാം സ്വീറ്റ് കഴിച്ചാൽ ഏകദേശം ഒരു 10 ഗ്രാമിനടുത്ത് നമുക്ക് പ്രോട്ടീൻ കിട്ടും. അതാണ്, ന്യൂട്രീഷ്യസ് ആണ്. അതുപോലെ തന്നെ എന്താണ് എൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്? ഏലക്കായ ഉണ്ട്, ഹെൽത്ത് ഗാർഡ് ഉണ്ട്, കടലമാവ്. സുജിത് സാറിനെ ഒന്ന് കോഹോസ്റ്റ് ആക്കിയാൽ നടക്കും. ഞാനല്ല ഹോസ്റ്റ്. ഹോസ്റ്റ് ആരാ സാറേ? കേരള സുബിനാണ്. അത് ലൈവ് ഉള്ളതുകൊണ്ടായിരിക്കും. യെസ്, ഓക്കെ. അപ്പോ ഇതാണ് നമ്മുടെ പുതിയ പ്രൊഡക്റ്റിന്റെ കാര്യം. നിങ്ങൾ നിങ്ങളുടെ PUCയിൽ എത്രയും വേഗം ബന്ധപ്പെടുക, അവരോട് സപ്ലൈ ചെയ്യാൻ പറയുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ. കേരളത്തിലേക്ക് മാത്രമെന്നാണ് ഫസ്റ്റ് കൺസൈൻമെന്റ് വന്നത്. ഡിപ്പോകളിലൊക്കെ ഏതാണ്ട് തീരാറായിട്ടുണ്ട്. അടുത്ത ഓർഡർ നിങ്ങൾ കൊടുക്കുമ്പോഴേക്കും വരും. എല്ലാ പ്രോഗ്രാമുകളിലും അത് ഒന്ന് അവതരിപ്പിക്കുക. അടുത്ത മാസം ഈ മാസം ഗുഡ് ഡോട്ടിന്റെ ഒരു സ്പെഷ്യൽ ഇവന്റ് ആയിട്ട് ഒരു ലോഞ്ചിങ് പ്രോഗ്രാം കേരളത്തിൽ നടത്താനായിട്ട് അവർ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഡേറ്റ് കൺഫേം ആക്കിയതിന് ശേഷം നമ്മൾ അറിയിക്കുന്നുണ്ടാവും. അപ്പോൾ സുജിത് സാർ കോഹോസ്റ്റ് ആയ സ്ഥിതിക്ക് അതിൻ്റെ വീഡിയോ കാണിക്കുമെങ്കിൽ അതൊരു കണ്ടിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് നടക്കാം. ഈ സ്വീറ്റിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് 12 മാസം ലൈഫ് ഉണ്ടെന്ന് മാത്രമല്ല, ഇത്
പൊട്ടിച്ചതിന് ശേഷമാണെങ്കിലും നമുക്കൊരു 5-6 ദിവസം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ വല്ലപ്പോഴും സ്വീറ്റ് കഴിക്കുന്ന ആ ശീലത്തിൽ നിന്ന് മാറി നമുക്ക് ഡെയിലി ഭക്ഷണത്തിന് ശേഷം ഓരോ സ്പൂൺ സ്വീറ്റ് കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് വരാം. മധുരം കൂടുതലാണെന്ന് പറയുന്നു. അത് സാരമില്ല. മധുരം കഴിക്കുമ്പോൾ മധുരം വേണമല്ലോ, അതിനുവേണ്ടിയല്ലേ മധുരം കഴിക്കുന്നത്. മധുരം കഴിക്കാൻ പറ്റില്ലാത്തവർ കഴിക്കണ്ട കേട്ടോ. കാരണം അതിനകത്ത് പഞ്ചസാര തന്നെയാണ്. പിന്നെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പറയാറില്ലേ, ഓ കല്യാണമല്ലേ, പായസമല്ലേ, കഴിക്കാം. അങ്ങനെ മധുരം കഴിക്കാൻ പാടില്ലാത്ത ആളുകൾ കഴിക്കാറുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. യെസ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാം. അതുപോലെ മറ്റൊരു പുതിയ പ്രൊഡക്റ്റാണ് ഇതാ വിനോദ് സാർ എഴുതിയിരിക്കുന്നു, മാംഗോ സ്ക്വാഷ്. യെസ്, സ്വീറ്റ് സാർ അതിന്റെ വീഡിയോ കാണിക്കാനുള്ള ശ്രമത്തിലാണ്. അല്ല, PPT ആണ് കാണിക്കുന്നത്. ഓക്കെ, യെസ്. ഇതാണ് ശരിക്കും നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സംഭവം. എക്സ്ക്ലൂസീവ് ഫോർ കേരള. RCMൽ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അവർ എൻഡോഴ്സ്മെന്റ് അല്ലേ? അത് നമ്മൾ അറിയണം. നമ്മുടെ വീട്ടിൽ ഡിസ്പ്ലേ വാളിൽ ഒരു 10 സ്വീറ്റ് വാങ്ങിച്ചുകൊണ്ട് വെക്കണം. വീട്ടിൽ വരുന്നവരോട് ആര് വന്നാലും അവർക്ക് ഈ സ്വീറ്റ് ഒരല്പം ചൂടാക്കി എടുത്ത് കൊടുക്കണം. എന്നിട്ട് ചോദിക്കണം, ഇങ്ങനൊരു സാധനം കഴിച്ചിട്ടുണ്ടോ, ഇതെന്താന്ന് പറയാൻ പറ്റുമോ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറയാമോ. എന്നിട്ട് അവരോട് പറയണം, ഇതാ ഇതിനകത്തുള്ള കണ്ടൻസ് എന്തൊക്കെയാണ്, ഈ പ്രോട്ടീനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയണം. നോ കളർ, നോ പ്രിസർവേറ്റീവ്. പിന്നെ അതിൻ്റെ എത്ര 12 മാസം സൂക്ഷിച്ച് വെക്കാൻ കേടുവരില്ല. പൊട്ടിച്ചു കഴിഞ്ഞാലും ആവശ്യമുള്ള എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം 5-6 ദിവസം വരെ സൂക്ഷിച്ച് വെക്കാം. ഇത് 12 മാസം ലൈഫ് എന്ന് പറഞ്ഞാലും ക്യാൻ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ എത്ര കാലം ഇരുന്നാലും കേടുവരില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് അവരോട് പറയുക, ഈ സ്വീറ്റ് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ, ഇതാ ഇവിടെ മാത്രമേ കിട്ടൂ. ഈ ഇരിക്കുന്നതാണ് സാധനം. ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥി ഏതായാലും 2 വാങ്ങിച്ചുകൊണ്ട് പോകുള്ളൂ. ഇതിന് നമുക്ക് വില 220 MRP 275. ഒരു പ്രൊഡക്റ്റ് MRPയിൽ വിൽക്കാനുള്ളത് റൈറ്റാണ്, ഒരു അസോസിയേറ്റ് ബെയറുടെ ഇറ്റ് ഈസ് റൈറ്റ്. അതുകൊണ്ട് ഒന്നും മടിക്കേണ്ടതില്ല. ഡിസ്പ്ലേ വാൾ ഇല്ലെങ്കിലും ഇത് മാത്രം വാങ്ങിച്ചു വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. അങ്ങനെ 4 പേർക്ക് സ്വീറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സ്വീറ്റ് ഫ്രീ ആവും. അപ്പം മാസം ഒരു 10 സ്വീറ്റെങ്കിലും വിൽക്കുക എന്നുള്ള ഒരു ടാർഗറ്റ് വയ്ക്കുക. നമുക്ക് ദിവസവും ഫ്രീ ആയിട്ട് ഈ ഹൽവ എൻജോയ് ചെയ്യാം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഔട്ട്ലെറ്റിൽ എത്രയും വേഗം എത്തുന്നു എന്ന് ഉറപ്പ് വരുത്തുക. വാങ്ങിച്ചിട്ടില്ലാത്തവർ ഇന്ന് തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന PUCക്കാർക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ വിളിച്ചു പറയുക, എത്രയും വേഗം സാധനം എത്തിക്കാൻ പറയുക. ഒരു 10 എണ്ണം വീട്ടിൽ വാങ്ങിച്ചു വെക്കുക. ഒരെണ്ണം വാങ്ങിച്ച് നോക്കട്ടെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. കേരളത്തിൽ 6 ഡിപ്പോയിലും വരുന്നുണ്ടെങ്കിൽ ഇത്രയധികം ആൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ നടത്തിയ താരോത്സവത്തിൽ 5 ദിവസവും അവിടെ ഹൽവ ആളുകൾക്ക് കൊടുത്തിരുന്നു. ഞാൻ പങ്കെടുത്ത ആ പ്രോഗ്രാമിൽ തന്നെ ഒറ്റ ദിവസം തന്നെ അവിടെ 19 പൈസ ആളുകൾ വാങ്ങിക്കുകയുണ്ടായി. മീൻസ് ആ പ്രോഗ്രാം സമയത്ത് തന്നെ, അല്ലാതെ വാങ്ങിച്ചവർ വേറെ ഉണ്ടാവും. അതുപോലെ ഇവിടെയൊക്കെ നടന്ന മറ്റു പ്രോഗ്രാമിലൊക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം വൈപ്പിൽ നടത്തിയൊരു പ്രോഗ്രാമിൽ, എങ്ങാണ്ടി ഒരു പ്രോഗ്രാമിലൊക്കെ ഇത് ആളുകൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയും അവിടെ സെയിൽ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ ആളുകൾ ഉപയോഗിച്ചു, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് സംശയമില്ലാതെ എത്രയും വേഗം അത് വാങ്ങുക, പ്രൊമോട്ട് ചെയ്യുക. ഏത് ഒക്കേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്ന യാതൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. സോ താങ്ക് യു സുരേഷ് സർ. അപ്പോൾ ഈ സമയത്ത് തന്നെ ആ PPT നമുക്കൊന്ന് ഷെയർ ചെയ്ത് തന്നതിന് വളരെ നന്ദി. അപ്പോൾ ആ ഒരു പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ മറ്റൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ പ്രത്യേകിച്ചും ചൂടുകാലം, ശരിക്കും ചൂടുകാലം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് വർഷം മുഴുവൻ ചൂടുകാലമാണ്. സമ്മർ ടു ഫേസ് ദ ഹീറ്റ്. തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് കളർ വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ, അതല്ലേ ശീലം. എവിടെ ആരുടെ വീട്ടിൽ ചെന്നാലും ഉടൻ തന്നെ സ്ക്വാഷ് കലക്കി കൊണ്ടുതരും, ശരിയല്ലേ? നമ്മൾ വേണ്ടെന്ന് പറയുമോ? ഓ വല്ലപ്പോഴല്ലേ, ഒരു സാധനം തൊഴുത്തിലും കെട്ടാം, നമ്മൾ കുടിക്കും. പക്ഷേ നിങ്ങൾ നോക്കുക, മാർക്കറ്റിൽ കിട്ടുന്ന ബഹുഭൂരിപക്ഷം ഇത്തരത്തിലുള്ള കളർ വെള്ളവും. കളർ വെള്ളം എന്ന് പറയാൻ കാരണം, ഞങ്ങൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പോയപ്പോൾ അവിടെ ഒരു അതിഥിയെ പരിചയപ്പെട്ടു. മീറ്റിങ്ങിൽ വന്ന ഒരു പുതുമുഖമാണ്, RCM മെമ്പർഷിപ്പ് ഒന്നുമില്ല. അവരെ ഹരിതസഞ്ജീവിനെ പരിചയപ്പെടുത്താനായിട്ട് അവരുടെ പാടത്തിൽ ചെന്നു ഞങ്ങൾ.
അപ്പൊ അവർ ചോദിക്കാണ് കളർ വെള്ളം വേണ്ടേന്ന്, കളർ വെള്ളം വാങ്ങിക്കട്ടെ എന്ന്. കളർ വെള്ളം എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്, കൂൾ ഡ്രിങ്ക്സ് എന്നല്ല, കളർ വെള്ളം. അപ്പൊ ഞാൻ ചോദിച്ചു കളർ വെള്ളം, കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും വാങ്ങിക്കണ്ടേന്ന്. അത് വേണ്ട. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ആളുകൾ മലയാളികളാണ്. പക്ഷേ വിദ്യ ഉണ്ട്, അഭ്യാസമില്ല. നമ്മൾ വാങ്ങി കുടിക്കുന്ന ആ കൂൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശീതള പാനീയങ്ങളിൽ അതിന്റെ കണ്ടന്റ് എഴുതിയിരിക്കുന്ന നോക്കുക. ദർ ഇസ് നോ ഫ്രൂട്ട് പൾപ്പ് ഇൻ ഇറ്റ്, ആഡഡ് പ്രിസർവേറ്റീവ് ആൻഡ് കളർ എന്ന് എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. അതാണ് നമ്മൾ കലക്കി നമ്മൾ കുടിക്കുന്നു, നമ്മൾ കുഞ്ഞുങ്ങൾക്കും അതിഥികൾക്കും ഒക്കെ കൊടുക്കുന്നത്. നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഓറഞ്ച് സ്ക്വാഷ്, നമുക്ക് റോസ് സർബത്തുണ്ട്, അതുപോലെ വേറെ 1-2 ഡ്രിങ്ക്സ് കൂടെ ഈ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒന്നാണ് മാംഗോ സ്ക്വാഷ്. ഇന്നലെ അത് വാങ്ങിക്കാനല്ല, ഞങ്ങൾ കളക്റ്റീവായിട്ട് ആലുവ സുലഭ വണ്ടർവേൾഡിൽ വെച്ച് അത് ലോഞ്ച് ചെയ്യുകയുണ്ടായി. യാദൃശ്യമായിട്ട് അതിലെ വന്നപ്പോൾ അവിടെ സാധനം എത്തിയെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു 10-20 കസ്റ്റമേഴ്സ് ഷോപ്പിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ആഘോഷമായിട്ട് ഒരു ബോട്ടിൽ പൊട്ടിച്ച് ഉപയോഗിച്ചു. വളരെ ടേസ്റ്റി ആയിരുന്നു, റിയൽ മാംഗോ ജ്യൂസ് പോലെ. പിന്നെ അതിനകത്ത് വെള്ളം ചേർക്കുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, മധുരം കൂടുതൽ വേണ്ടവരാണെങ്കിൽ വെള്ളം കുറച്ചൊഴിക്കുക, മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കാം, തണുത്ത വെള്ളം വേണമെങ്കിൽ തണുത്ത വെള്ളം ചേർക്കാം, ഏത് വേണമെങ്കിലാകും. സോ അതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. പുതിയ പ്രൊഡക്റ്റ് വരുന്നത് നമ്മൾ അറിയണം. ഇതാ 2 പേര് ഇന്ന് കിട്ടി ഉപയോഗിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് വാങ്ങിച്ചു നോക്കൂ. അത് ഇങ്ങനെയാണ് കേട്ടോ, എല്ലാ ഷോപ്പിലും കിട്ടില്ല. കാരണം ഷോപ്പുകൾ പ്രീമിയം ഉണ്ട്, കുറച്ച് ലോവർ ലെവലിലുള്ള ആളുകളുണ്ട്. അവർ ഈ ആട്ട എണ്ണ ഹെൽത്ത് കാർഡ് മാത്രമേ കൊണ്ടുവരുള്ളൂ, ചായപ്പൊടിയൊക്കെ, ബാക്കിയൊന്നും അവർ കൊണ്ടുവരാറില്ല. അതുകൊണ്ട് ഇതെല്ലാം കിട്ടുന്ന ഷോപ്പുകൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്താൽ നമുക്കെല്ലാം കിട്ടും. വാങ്ങിക്കൊണ്ട് പോകുന്ന വഴി എനിക്കും കിട്ടി. ഓക്കെ. അപ്പോൾ കിട്ടാത്തവരൊക്കെ വാങ്ങിക്കുക. നല്ല ഷോപ്പുകൾ, നന്നായിട്ട് സ്റ്റോക്കുള്ള ഷോപ്പുകളൊക്കെ ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊന്നോ ഒക്കെ വിസിറ്റ് ചെയ്യുക. എല്ലാ പ്രൊഡക്റ്റും മാക്സിമം വീട്ടിൽ സ്റ്റോക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് മുടങ്ങാതെ ഇത് ഉപയോഗിക്കാനും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? RCM 6/6 ആദ്യം പറയുന്നതാണ് യൂസ് ദ പ്രൊഡക്റ്റ് ആൻഡ് പ്രൊമോട്ട് ദ പ്രൊഡക്റ്റ്. സോ ആദ്യം നമ്മൾ യൂസ് ചെയ്യണം, നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, നമ്മുടെ സ്റ്റോക്ക് വേണം, നമ്മൾ ഉപയോഗിക്കുകയും വേണം. അപ്പോൾ കഴിഞ്ഞ ദിവസം എങ്ങനെ നമുക്ക് ഡയമണ്ട് ക്ലബ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് വളരെ ലളിതമായിട്ട്, വളരെ പ്രായോഗികമായിട്ട് ഒരു പ്രസന്റേഷൻ അഖിലമാടം ചെയ്യുകയുണ്ടായി. ഒത്തിരി ആളുകൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് തന്നു. എന്നോട് പറഞ്ഞു, ഇത്രയും അപ്രിസിയേഷൻ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ശരിയാണ്. എന്താണ് അതിനകത്ത് ചെയ്തത്? 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് എഴുതി കാണിച്ചു. ഞാൻ പറയുന്നു, നമുക്ക് എല്ലാവർക്കും ഡയമണ്ട് ക്ലബോ അതിൽ കൂടുതലോ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ RCMൽ ഉൽപ്പന്നങ്ങളുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കണം. എന്തിനാ ഉപയോഗിക്കുന്നത്? ഹൽവ എന്തിനാ ഉപയോഗിക്കുന്നത്? ഈ എന്തിനു പറയാ, സ്ക്വാഷ് എന്തിനാ ഉപയോഗിക്കുന്നത്? ടു എൻജോയ് ദ ലൈഫ്. സംശയം എന്താ, അല്ലേ? പച്ചവെള്ളം കുടിച്ചാൽ പോലെ മതി. പക്ഷെ പച്ചവെള്ളം കുടിക്കുന്ന വിലയ്ക്ക് സ്ക്വാഷ് കുടിക്കാമെങ്കിൽ പിന്നെ സ്ക്വാഷ് കുടിച്ചൂടെ? അത് RCMൽ മാത്രമേ പറ്റുള്ളൂ. ഈ പറയുന്ന 1/2 കിലോ ഇത്രയും ക്വാളിറ്റി ഉള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സ്വീറ്റ് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? നിങ്ങളൊരു സാമാന്യ സ്റ്റാൻഡേർഡുള്ള ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ബില്ലിംഗ് കൗണ്ടറിൽ അവിടെ സ്വീറ്റ് വെച്ചിട്ടുണ്ടാവും. ആ സ്വീറ്റ് 25 രൂപയാണ് ഒരു പീസ്, 25 റുപ്പീസ്. ആളുകൾ വാങ്ങിച്ച് കഴിക്കും. അതുകൊണ്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. ആര് വാങ്ങിച്ച് കഴിക്കും? കുറച്ച് പ്രീമിയം ക്വാളിറ്റി ഹോട്ടലിൽ പോകാൻ പറ്റുന്ന ആളുകൾ തൊട്ടുള്ളവരാണ്, ശരിയല്ലേ? അങ്ങനെയുള്ള ആളുകൾ പോയി കഴിച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ 25 രൂപ കൊടുത്തൊരു സ്വീറ്റ് കഴിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഡെയിലി 3 നേരം അതിനേക്കാൾ നല്ല സ്വീറ്റ് ആസ്വദിച്ച് കഴിക്കാൻ അവസരം തരുമ്പോൾ പിന്നെ എന്തുകൊണ്ട് ആസ്വദിച്ചുകൂടാ? അതാണ് വേണ്ടത്. എല്ലാ പ്രൊഡക്റ്റും ഉപയോഗിക്കണം. പിന്നെ ചൂടുകാലമാണ്. പണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്തിരുന്ന, എന്നാൽ ഇപ്പോൾ അധികം ആരും അറിയുന്നില്ലാത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ചൂടിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുന്ന ഒരു കിടിലൻ പ്രൊഡക്റ്റ്. എന്താണെന്നറിയോ? ആർക്ക് പറയാം എന്താ സാധനം? കുറച്ച് പേർക്കെങ്കിലും അറിയാം, കുറച്ച് പേരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. ആരെങ്കിലും ചാറ്റ് ബോക്സ് എഴുതുന്നുണ്ട്. ജൽജീര, യെസ്. സജിതമാട് എഴുതി യെസ് 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 യെസ്. രാഘവേന്ദ്രമാട് എഴുതി യെസ്. റോസബത്ത് ഓക്കെയാണ്, പക്ഷെ ജൽജീര
വടക്കേ ഇന്ത്യയിലൊക്കെ ഈ ചൂട് കാലത്ത് ആളുകൾ രാവിലെ പുറത്ത് പോകുന്നതിന് മുമ്പ് ഇത് ഒരു ഗ്ലാസ് നന്നായിട്ട് അടിച്ചിട്ടാണ് പോവുക. നിങ്ങൾ റോഡ് സൈഡിലൊക്കെ നോക്കിയാൽ കാണാം, വലിയ ബോർഡ് വെച്ചിട്ടാണ്. ചൂടത്ത് ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ നമ്മുടെ എന്താ പറയുക, സോഡ, ഇങ്ങനെ കംപ്രസറും തണുത്ത വെള്ളവും ഒക്കെ ആയിട്ട് ജൽജീര വെച്ചിരിക്കുകയാണ്. അതൊരെണ്ണം കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെല്ലാം മിക്സ്, നാച്ചുറൽ ആയിട്ടുള്ള ഈ ഹെർബ്സിൻ്റെ മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ദിവസം മുഴുവൻ കുളിർമ നൽകും. പുറത്തുനിന്ന് ചൂട് വന്നാലും ശരീരത്തിന് ചൂട് ബാധിക്കില്ല. അതാണ് ജൽജീരയുടെ പ്രത്യേകത. ഞാൻ പറയുന്നു, ഇപ്പോൾ ഏതാണ്ട് 840 പേരുണ്ട്. ജൽജീര കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ട്, ഉപയോഗിച്ചിട്ടില്ലാത്ത ആളുകളുണ്ട്, അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയത്തില്ലാത്ത ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണൂരെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് വണ്ടവേൽ ക്യുക്കിലാണ്. അവിടെ AC ഒക്കെ ഉണ്ട്, പക്ഷെ നല്ല ചൂടാണ്. അപ്പോൾ സുരേന്ദ്രൻ സാർ ചോദിച്ചു, സാറേ ജൽജീര വേണം? ഞാൻ പറഞ്ഞു യെസ്, കുടിക്കാമല്ലോ. സാറ് പറഞ്ഞു, ഞാൻ കലക്കി കൊണ്ടുവന്നിട്ടുണ്ട് കുപ്പിയിൽ. ഞങ്ങളുടെ അടുത്തിരിക്കുന്നത് പുതിയതായിട്ട് വന്ന ആളുകളാണ്. അവർ നോക്കരുന്നത് സാധനം. സാറ് കുപ്പിയെടുത്തു, കുപ്പിക്ക് അതിങ്ങനെ ഒരു കലക്കവെള്ളം പോലെ സാധനം തരുന്നു. ഞാൻ വളരെ ആസ്വദിച്ച് കുടിക്കുന്നു. അത് കഴിഞ്ഞ് അവരോട് പറഞ്ഞു ഇതാ സാധനം എന്ന്. സാർ അവർക്ക് കൊടുത്തു, അവരും ടേസ്റ്റ് ചെയ്തു. അപ്പം തന്നെ അവർ ചോദിക്കുകയാണ്, ഇത് എത്ര ലിറ്ററാണ് ജൽജീര, എത്ര ലിറ്ററാണ് വരുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ലിറ്റർ കണക്കല്ല, ഇതാ പാക്കറ്റാണ് വരുന്നത്. അവിടുന്ന് പാക്കറ്റ് എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പം ചോദിച്ചു എത്ര ഇടണം? സിമ്പിൾ, ഒരു കുപ്പി വെള്ളത്തിനകത്ത് ഒരു 1/2 സ്പൂൺ അല്ല 3/4 സ്പൂൺ ഇട്ടാൽ മതി. കൂടെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് ഇതായിപ്പോൾ. പറഞ്ഞത്, ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ലാത്ത നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മേക്ക് എ ഹാബിറ്റ്. ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പത്രത്തിൻ്റെ സുരേന്ദ്ര സാറിൻ്റെ കയ്യിൽ കാണിക്കുന്നുണ്ട്. സുരേന്ദ്ര സാർ സ്പോട്ട് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ആൾ കാണാൻ പറ്റില്ല. ഞാനൊന്ന് സ്പോട്ടാക്കാം. നോക്കൂ, ഇതാണ് ജൽജീര. കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോഴും പാക്കറ്റ് പൊട്ടിച്ചൊക്കെ പിടിച്ചിരിക്കുകയാണ്. യെസ്, ത്രൂ ഔട്ട് ദ ഡേ. യെസ്, അടിപൊളി സാധനമാണ്. യെസ്, ആ ഫ്ലാസ്കിനകത്ത് കലക്കി കൊണ്ടു നടക്കാം. യെസ്, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇങ്ങനെ വേണം, എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണം. അന്ന് സുരേന്ദ്ര സാറിന് അത് എനിക്ക് തരേണ്ട കാര്യമില്ല, അവിടെ ഇരുന്ന് സൂത്രനോട് പറയേണ്ട കാര്യമില്ല. ഉണ്ടോ? 6 ബേസിക്സ്. യൂസ് ദ പ്രൊഡക്റ്റ് ആൻഡ് പ്രൊമോട്ട് ദ പ്രൊഡക്റ്റ്. 8 ലിറ്റർ വെള്ളത്തിൽ ഒരു പാക്കറ്റ് ധാരാളം മതി. അടുത്ത കണക്ക് വരുന്നു. സോ ഉപയോഗിച്ചിട്ടില്ലാത്തവർ ശീലിക്കുക, ഉപയോഗിച്ചിട്ടുള്ളവർ മുടങ്ങാതെ ഉപയോഗിക്കുക. ഇതൊന്നും ഒരു ദിവസം കൊണ്ടോ ഒരു നേരം കൊണ്ടോ നമ്മുടെ റിസൾട്ട് തരാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കൊരു എഫക്റ്റ് ഒരു പക്ഷേ തരാൻ പറ്റുന്ന സംഗതി ആയിരിക്കില്ല. പക്ഷേ റെഗുലർ യൂസ് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണം ചെയ്യും. ശരീരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ശീതാവസ്ഥയിലാണ് കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കുക. നമ്മുടെ ക്ഷാര സ്വഭാവം ശരീരത്തിൽ നിലനിർത്തുമ്പോഴാണ് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുക, അസുഖങ്ങൾ വരാതിരിക്കാനൊക്കെ സഹായിക്കും. ഇതിനൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ രാഖി മഠം പറഞ്ഞ റോസ് സർബത്ത്, അതും നമ്മുടെ ശരീരത്തിന് കുളിർമ നൽകുന്നു, ഹീമോഗ്ലോബിൻ വർദ്ധിക്കാൻ സഹായിക്കുന്നു. ഹീമോഗ്ലോബിൻ വർദ്ധിക്കുന്നു, ഓക്സിജൻ റിട്ടേണിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ഒത്തിരി ഇങ്ങനെയൊക്കെയുള്ള മേന്മകൾ ഉള്ളത് കൊണ്ടാണ് ഈ പ്രോഡക്റ്റൊക്കെ ആർസിഎമ്മിൽ വരുന്നത്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഷെൽഫിൽ ആർസിഎമ്മിൻ്റെ ഷോപ്പിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയല്ല. ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കണം. ഏത് പ്രൊഡക്റ്റും നമ്മൾ വാങ്ങുമ്പോൾ ഉപയോഗിക്കുമ്പോൾ പ്രൊമോട്ട് ചെയ്യുക, പുതിയ ആളുകൾക്ക് കൊടുക്കുക. എവിടെ പ്രോഗ്രാം നടക്കുമ്പോഴും പ്രോഗ്രാം നടക്കുന്ന സമയത്ത് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക. അവർ ഉപയോഗിക്കട്ടെ, ആവശ്യമെങ്കിൽ അവർക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയപ്പോൾ നമ്മുടെ ഗിരീഷ് സാർ, സ്റ്റാർമലാഡ് ഗിരീഷ് സാർ ബിസ്ക്കറ്റ് കൊണ്ടൊരു പരീക്ഷണം കാണിച്ചു. സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നൊരു ബിസ്ക്കറ്റും നമ്മുടെ ഫൈബർ റിച്ച് ബിസ്ക്കറ്റും ഒരേപോലെയുള്ള 2 ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്, അത് പ്ലാസ്റ്റിക് ആവാം അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടുന്ന ഗ്ലാസ് ആവാം, അതിനകത്ത് വെള്ളം എടുത്തു, 2 ബിസ്ക്കറ്റ് ഓരോ ഗ്ലാസ്സിൽ ഇട്ടു, ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി. മൈദ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബിസ്ക്കറ്റ് ഇങ്ങനെ പൊടിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ടാവും, അത് അലിയില്ല. പക്ഷേ ഫൈബർ റിച്ച് ബിസ്ക്കറ്റ് പൂർണ്ണമായിട്ടും കലങ്ങി വെള്ളത്തിന് അടിയിലേക്ക് പോകുന്നു. അപ്പോൾ അത് കഴിച്ചാൽ നമ്മുടെ വയറിന് എന്താ സംഭവിക്കുന്നത് അതിനകത്ത് മനസ്സിലാവും. ഇത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ബിസ്ക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുത്താൽ ആളുകൾ വാങ്ങാൻ തയ്യാറാവില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മേന്മ ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം, ടേസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ എന്തിനാ ഇത് പറഞ്ഞത്? സ്ഥിരമായി ആർസിഎമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾ മാക്സിമം ഉപയോഗിക്കുന്ന ഒരു ശീലം നമ്മുടെ ടീമിലുള്ളവരും നിലനിർത്തണം. അതിനാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുക. കൺസിസ്റ്റൻസി, റെഗുലർ ആയിട്ട് ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആർസിഎം ഒത്തിരി മേന്മകൾ
കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ മെയ് മാസം മുതൽ തുടങ്ങിയ പ്ലാനിലെ മാറ്റം ഈ അടുത്ത ദിവസം, അതായത് ഫെബ്രുവരി മാസം മുതൽ വീണ്ടും അല്പം കൂടെ പരിഷ്കരിച്ചു. മേഡ് ഇറ്റ് വെരി ഈസി, മോർ കൺവീനിയൻറ്റ്, മോർ അട്രാക്റ്റീവ് എന്നൊക്കെ പറയാം. എന്താണ് ചെയ്തത്? എന്ത് മാറ്റമാണ് വരുത്തിയിട്ടുള്ളത്? അത് നമുക്ക് എങ്ങനെ ഗുണം ചെയ്യും? ആര് പറയും? ആർക്കാണ് പറയാൻ പറ്റുക? വന്നിരിക്കുന്ന കൺസിസ്റ്റൻസിയിലെ മാറ്റം എങ്ങനെ നമുക്ക് ഗുണം ചെയ്യും? അതെന്താണ് പറയാൻ പറ്റുന്നൊരു ഹാൻഡ് റൈസ് ചെയ്യും. ഇത്രയും പേരുണ്ടായിട്ടും ആരും പറയുന്നില്ല. ഇവിടെയാണ് പ്രശ്നം. യെസ്, സുധർമ്മ മാഡം, വേഗം അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ, എന്താണ് മാറ്റം? എങ്ങനെ നമുക്ക് ഗുണം ചെയ്യും? കൺസിസ്റ്റൻസി 6 മാസം നമ്മൾ തുടർച്ചയായിട്ട് 10,000 BV, 25,000 BV, 50,000 BV ചെയ്താൽ ക്യാഷ് അവാർഡ് കിട്ടും, ഫ്രീ പ്രോഡക്റ്റ് കിട്ടും. ക്രൗൺ ചെയ്യുന്ന ഒരാളിനാണെങ്കിൽ 30,000 രൂപ ക്യാഷ് അവാർഡ് കിട്ടും, 5,000 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റും കിട്ടും. അതുപോലെ കീസോള്, ഗാമ എല്ലാത്തിൽ നിന്നും ഡബിൾഡമക്ക ഫ്രീ പ്രോഡക്റ്റ് ഞാൻ കിട്ടും. ചോദിച്ചത് പുതിയ ന്യൂട്രിചാർജ് മാറ്റമാണ്. മാറ്റം മാഡം പറഞ്ഞില്ല. ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് എന്ത് മാറ്റമാണ് ഫെബ്രുവരി മാസം മുതൽ വന്നിരിക്കുന്നതെന്നാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിവിടെ ഒരു ടെക്നിക്കൽ അച്ചീവർ ജോളി മാഡം ഉണ്ട്. ജോളി മാഡം എന്ത് പറയുന്നത് കേൾക്കട്ടെ. ജോലി മാഡം അൺമ്യൂട്ട് ചെയ്യോ? വിനോദ് സാർ, തിരുവല്ല. യെസ് സർ. പറഞ്ഞോളൂ ജോളി മാഡം, പറഞ്ഞോളൂ. നമ്മുടെ കമ്പനി കഴിഞ്ഞ ഏപ്രിൽ മാസത്തില് നമുക്ക് ഒത്തിരി പരിഷ്കരിച്ച മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഓരോ പിൻ ലെവലുകൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പനിയുടെ ഗ്രോത്ത് ബോണസ് നിശ്ചയിച്ച് കമ്പനി പബ്ലിഷ് ചെയ്തത് 70,000 PV തൊട്ട് ഓരോ പിൻ ലെവൽ അച്ചീവ് ചെയ്യുന്നവർക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന കമ്പനിയുടെ ലാഭം വീതിച്ച് ബോണസായിട്ട് ഓരോ മാസവും ഓരോ പിൻ ലെവൽ 70 തൊട്ട്, അതായത് ഓപ്പണർ തൊട്ട് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുമ്പോൾ കമ്പനി ഒരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു. ഏത് വ്യക്തിയാണോ ആ പിൻ ലെവൽ അച്ചീവ് ചെയ്യുന്നത്, ആ വ്യക്തിയുടെ സെക്കൻഡ് സൈഡ് കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞും സെക്കൻഡ് സൈഡിൽ സെക്കൻഡ് സെൽഫും കൂടെ കൂട്ടുമ്പോൾ അതിൽ 1 PV എങ്കിലും കൂടുതലായിരിക്കണം പിറ്റേ മാസം. അങ്ങനെയുള്ള ഒരു നിബന്ധന കമ്പനി വെച്ചിരുന്നു. ആ നിബന്ധന ഒരുപാട് പേർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് കൊണ്ട് എന്തോ ആയിരിക്കാം, പ്രത്യേകിച്ച് നമ്മുടെ CRN മൂർത്തി സാറൊക്കെ അതിനകത്ത് ഇടപെട്ട് കാണുമെന്ന് തോന്നുന്നു. ഏതായാലും കൊള്ളാം, ഈ കഴിഞ്ഞ മാസം കമ്പനി അതിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഏത് പിൻ ലെവൽ അച്ചീവ് ചെയ്യുന്നു ആ പിൻ ലെവലിൽ നിൽക്കുന്നവർക്ക് അതിന്റെ പോയിന്റ് അടിസ്ഥാനത്തിൽ അവർക്ക് മന്ത്ലി ഗ്രോത്ത് ബോണസ് കമ്പനി കൊടുക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്റ്റാർ എന്ന വ്യക്തി, ഒരു സ്റ്റാർ ലെവലില് ഈ മാസം എത്തി, കഴിഞ്ഞ മാസം ഈ മാസം എത്തിയപ്പോൾ ആ മന്ത്ലി ഗ്രോത്ത് ബോണസ് കമ്പനി കൊടുക്കും. പക്ഷേ അടുത്ത മാസം സ്റ്റാറിൽ നിന്നും താഴോട്ട് പോകുമ്പോൾ പഴയ സിസ്റ്റം അനുസരിച്ച് കൊടുക്കാൻ പറ്റുകയില്ല. പോയിന്റ് കുറവാണ്, 1 PV എങ്കിലും കൂടുതലായിരിക്കണം പിറ്റേ മാസം എന്നുള്ളതുണ്ടല്ലോ. അതുകൊണ്ട് അത് പറ്റാതെ പുറകോട്ട് പോയെങ്കിൽ അവർ വിന്നർ ലെവലിലായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വിന്നർ ലെവലിന്റെ പോയിന്റ് കമ്പനി അവർക്ക് കൊടുക്കും ബോണസായിട്ട്. ഒരിടത്തും ആർക്കും അവിടെ തടസ്സം വരുന്നില്ല. എല്ലാവർക്കും ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത് ആ പിൻ ലെവല് എത്ര പോയിന്റ് ആണോ ഉള്ളത് ആ പോയിന്റിന്റെ 1% അവർക്കെല്ലാം കൊടുക്കുന്നു. അതുകൂടാതെ പിന്നൊരു നിബന്ധന വെച്ചിരിക്കുന്നത് 2 സ്റ്റെപ്പ് താഴോട്ട് പോകാൻ പാടില്ല, 1 സ്റ്റെപ്പ് കൂടെ താഴോട്ട് പോകാൻ പാടില്ല. തൊട്ട് താഴെയാ നിൽക്കുന്നതെങ്കിൽ അവർക്ക് ഇതിന് അർഹതയുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു മാഡം. ഇത് കാര്യം ഏതാണ്ട് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. കുറച്ച് വളരെ എന്താ പറയുക, എലാബറേറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷൻ കൂടിയതെന്ന് എനിക്ക് സംശയമുണ്ട്. കൺസിസ്റ്റൻസി ബോണസ് കിട്ടാൻ ഉണ്ടായിരുന്ന നിബന്ധന
2023 ഫെബ്രുവരിയിലെ ബിസിനസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് തുടർന്നു വരുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഹയസ്റ്റ് വോളിയം വന്നിട്ടുള്ളത്, ഹയസ്റ്റ് ലെവലിൽ വന്നിട്ടുള്ളത്, ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയോ അതിന് മുകളിലേക്ക് വരികയോ ചെയ്താൽ മാത്രമാണ് ബോണസിന് അർഹത ഉണ്ടായിരുന്നത്. ആ ലെവൽ എത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബോണസ് കിട്ടില്ലായിരുന്നു. അപ്പോൾ ആ നിബന്ധന എടുത്തു കളഞ്ഞു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, വൈറ്റൽ ലെവലുകാർക്ക് ഓപ്പണർ ടു സ്റ്റാർ സെക്കൻഡ് സൈഡ് സെൽഫും കൂടെ എല്ലാ മാസവും മുൻ മാസത്തേക്കാൾ വോളിയത്തിൽ വർധന ഉണ്ടായാൽ മാത്രമേ ബോണസ് കിട്ടൂ എന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു. അതും എടുത്തു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുൻ മാസത്തേക്കാൾ ഗ്രോത്ത് കൊണ്ടുവന്നില്ലെങ്കിലും ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കിട്ടും. ലെവൽ ഒന്ന് താഴേക്ക് വന്നാലും ആ ലെവലിലുള്ള ബോണസ് കിട്ടും. അപ്പോൾ അതിനെ എങ്ങനെ വിശദീകരിക്കണം? സർക്കസ് കണ്ടിട്ടില്ല? സർക്കസ്, നമ്മൾ സർക്കസ് കാണാൻ പോയിരിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഇവൻ്റാണ് ഇങ്ങനെ മുകളിൽ കയറിൽ നിന്ന് ഇങ്ങനെ ആടി വന്ന് കൈവിട്ട് അടുത്ത കയറിലേക്ക് ചാടി പിടിക്കുന്ന ആ ഒരു ഇവന്റ് ഇല്ല. അതിനെന്താ പേര് പറയാൻ എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടല്ലോ സർക്കസ് എല്ലാവരും ഇല്ലേ? നമ്മളിത് കാണുമ്പോൾ നമ്മളിങ്ങനെ ശ്വാസം വിട്ടിരിക്കുന്നുണ്ട്. അമ്മോ എന്തൊരു പോക്കാണ് അല്ലേ? ഒരു സൈഡിൽ ഇങ്ങനെ ആടി വന്ന് അങ്ങോട്ട് 4 പ്രാവശ്യം ആടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഈ കയറിന്ന് വിട്ട് അടുത്ത കയറെ പിടിക്കുന്നു. ഈ കയറിന്ന് വിട്ട് അതാ ട്രപ്പീസ്, ചാടിക്കയറി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ. ഈ കയറിൽ നിന്ന് വിട്ട് അടുത്ത കയറിലേക്ക് പിടിക്കാൻ അവർക്ക് ധൈര്യം കൊടുക്കുന്നത് എന്താണ്? താഴെ ഒരു വല വിരിച്ചിരിക്കുന്നതാണ് അല്ലേ? നമ്മൾ വിചാരിക്കും ആ ഒരു ഭയങ്കര ട്രിക്കാണ്. ശരിയാണ്, എത്ര വലിയ ട്രിക്കാണെങ്കിലും താഴെ അങ്ങനെ ഒരു വല ഉള്ളത് കൊണ്ടാണ് ഈ കൈവിട്ട് ചാടി അടുത്ത കയറെ പിടിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത്. എക്സാക്ട്ലി അതുപോലെ ബോണസ് കിട്ടുന്നതാണ് വിന്നർ. ഒന്ന് ചാടി സ്റ്റാറിൽ പിടിക്കാവോ നോക്കും, വേണ്ട, താഴെ വലയില്ലാത്തതുകൊണ്ട് ചാടണ്ടെന്ന് വിചാരിക്കും ആളുകൾ, സ്റ്റാറിലേക്ക് ചാടുകയല്ല. പക്ഷെ ഇപ്പൊ എന്തായി? വലയുണ്ട്, ധൈര്യമായിട്ട് ചാടിക്കോ. വിന്നർ കഴിഞ്ഞ് സ്റ്റാറിലേക്ക് ചാടി പിടിച്ചോ. ഇനി പിടുത്തം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സ്റ്റാർ കിട്ടി തിരിച്ച് വിന്നറിലേക്ക് വന്നാലും നിങ്ങൾക്ക് ബോണസ് നഷ്ടപ്പെടില്ല എന്നുള്ളൊരു സെക്യൂരിറ്റി അവിടെ ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കളിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ആ പുതിയ മാറ്റം വരുത്തിയിരിക്കുന്നത്. അപ്പൊ ജോളി മാഡത്തിനും അതുപോലെ പറയാനായിട്ട് തയ്യാറായ എല്ലാവർക്കും വളരെ അഭിനന്ദനങ്ങൾ, നന്ദി. പക്ഷേ എന്തുകൊണ്ട് 840 പേരും ഹാൻഡ് റൈസ് ചെയ്യുന്നില്ല? ഞാൻ അറിഞ്ഞാൽ എൻ്റെ ടീമിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ അറിഞ്ഞാൽ മാത്രം പോരാ, എൻ്റെ ടീമിലുള്ള എല്ലാവരും ചെയ്യുന്നെന്ന് ഉറപ്പ് വരുത്തുക. എങ്കിൽ മാത്രമേ അവര് ആ ഞാനിന്മേ കളിക്കുള്ളൂ, കൈവിട്ട് ചാടുകയുള്ളൂ. കൈവിട്ട് ചാടിയാലേ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റൂ. മനസ്സിലായില്ലേ? ആവണ്ടേ സഫീറും സ്റ്റാർ സഫീറും ഡയമണ്ടും ഒക്കെ? യെസ്, ഇത്രയും ഉൽപ്പന്നങ്ങളുള്ളപ്പോൾ യെസ് ഞാൻ ചാടും. വിജയ് പണിക്കർ സാർ പറഞ്ഞു യെസ് ഞാൻ ചാടും. എല്ലാവരും ചാടണം. പുട്ട് യുവർ ബെസ്റ്റ് എഫർട്ട്. ഈ മാസം നമ്മൾ അത്തരത്തിൽ കൈവിട്ടൊരു ചാട്ടം ചാടണം. എന്താണെന്നറിയാവോ? ഏപ്രിൽ 28-ാം തീയതി വലിയ ഒരു മാമാങ്കം നടക്കാൻ പോവുകയാണ് കേരളത്തിൽ. എവിടെയാണ്? രാജഗിരിയിലാണ്. നമ്മുടെ RCMന്റെ മെന്റേഴ്സൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും പറ്റില്ല കേട്ടോ. ചെറിയ നിബന്ധനയുണ്ട്. കാരണം നമ്മളൊന്ന് ശ്രമിച്ചു നോക്കി, അനുകൂലമായ സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ആ ഹാളിലേക്ക് നമുക്ക് ചുരുക്കേണ്ടി വന്നു. ഏപ്രിൽ 28-ാം തീയതി ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെങ്കിൽ മിനി മാഡം ഭയങ്കര ഉഷാറാണ്. നിങ്ങൾ ശ്രദ്ധിക്കണോ എനിക്കറിയത്തില്ല. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ആൻസർ അവിടെ വന്നു കഴിഞ്ഞു. 5000 PV എങ്കിലും ഫെബ്രുവരിയിലും മാർച്ചിലും ചെയ്യുന്നവർക്ക് മാത്രമാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം. ഇത് ഓൾറെഡി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ടീമിൽ. നിങ്ങൾ അറിഞ്ഞോ എന്നെനിക്കറിയില്ല. കാരണം ഹൽവയുടെ കാര്യം അറിഞ്ഞവർ വളരെ കുറവാണ്. അതുപോലെ പല കാര്യങ്ങളും അറിയാത്തവർ ഒത്തിരി പേരുള്ളതുകൊണ്ട് ഈ കാര്യവും അറിയാതെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഫെബ്രുവരിയിലും മാർച്ചിലും 5000 PV, അതല്ലെങ്കിൽ മാർച്ചിൽ മാത്രമാണെങ്കിൽ 10000 PV ചെയ്താൽ മാത്രമേ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയൂ. കാരണം 6000-ഓളം ആളുകൾ ഓൾറെഡി ആ കാറ്റഗറിയിലുണ്ട്. അതുകൊണ്ട് ഇവിടെ ആരും നിർബന്ധിക്കേണ്ട ആവശ്യം വരില്ല. എനിക്ക് വേണമെന്ന് തീരുമാനിക്കുന്ന ആൾക്ക് മാത്രം അവിടെ ചാൻസ് കിട്ടുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ ടെക്നിക്കൽ ടീച്ചറെ ബന്ധപ്പെടുക. ടെക്നിക്കൽ ടീച്ചർ മുഖാന്തരം ത്രൂ എമറാൾഡ് ആൻഡ് അബോ ലീഡേഴ്സ് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. വേറെ ഒരു വഴിയില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ ടിക്കറ്റ് വേണം എന്ന് നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ ടെക്നിക്കൽ അച്ചീവറെ അറിയിക്കാം. ഒരു 10 പേരെങ്കിലും നിങ്ങളുടെ ടീമിൽ നിന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാനായിട്ട് പ്ലാൻ ചെയ്യുക. കുറഞ്ഞത് 10 പേരെങ്കിലും.
ഒരു തുടക്കക്കാരെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്. കുറച്ചുകൂടെ സീനിയർ ലീഡേഴ്സിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ആളുകൾക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ എത്ര ചെയ്താലും ആ ഹാളിൻ്റെ കപ്പാസിറ്റി 2500, ഒരു 3000 പേര് മാക്സിമം, കുറച്ച് ഫ്ലോട്ടിംഗ് ഒക്കെ ആയിട്ട് അത്രേ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഒരു 10 പേരെങ്കിലും ഞാൻ പങ്കെടുപ്പിക്കുമെന്ന് ധൈര്യമുള്ളവർ എത്ര പേരുണ്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. യെസ്, എൻ്റെ ടീമിൽ നിന്ന് ഞാൻ 10 പേരെ പങ്കെടുപ്പിക്കും. എത്ര പേരുണ്ടോ നോക്കട്ടെ. കാരണം ഹാള് വലുതാക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ആദ്യം ടിക്കറ്റിന് വേണ്ടി പണം കൊടുത്ത് ലീഡേഴ്സിനെ വിളിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുക എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് എത്രയും വേഗം നിങ്ങളത് ചെയ്യുക. 10 പേരിൽ കൂടുതൽ ടിക്കറ്റ് വേണ്ടവർ മാത്രം കൈപൊക്കിയാൽ മതി. ഒറ്റയ്ക്ക് വേണം വരുന്നുള്ളവർ കൈപൊക്കണമെന്നില്ല. 10-ൽ കൂടുതൽ ടിക്കറ്റ് വേണ്ടവർ എത്ര വേണമെന്ന് നോക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഓക്കെ, ഇപ്പൊ എല്ലാവരും പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാവരും ഇത് മുഴുവൻ കേൾക്കുന്നുണ്ടാകും എന്നില്ലല്ലോ. എന്നാലും ആ ഒരു എക്സൈറ്റ്മെന്റ് കാണാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം നമ്മുടെ TCG പ്രിയങ്ക മാഡം, സൗരവ് ചോപ്ര സാർ, ഡയമണ്ട് സുരേന്ദ്രഭട്ട് സാർ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഗോകുമാർ സാർ, പിന്നെ കേരളത്തിലെ സീനിയർ ലീഡേഴ്സ് എല്ലാവരും ഒക്കെ പങ്കെടുക്കുന്നു. ആ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് 3 മാസത്തെ നമ്മുടെ എന്താ പറയുക നേട്ടങ്ങൾ മുഴുവൻ റെക്കഗ്നീഷൻ ഉണ്ടാവും. സ്റ്റേജിൽ ആർക്കൊക്കെയാണ് റെക്കഗ്നീഷൻ കിട്ടുക, ട്രോഫി ആർക്കൊക്കെയാണ് കിട്ടുക എന്നൊക്കെ മാർച്ച് മാസത്തെ ക്ലോസിങ്ങിന് ശേഷമായിരിക്കും നമ്മൾ തീരുമാനിക്കുക. പക്ഷേ ഓപ്പണർ മുതൽ മുകളിലേക്കുള്ളവർക്ക് റെക്കഗ്നീഷൻ ഉണ്ടാവും. റെക്കഗ്നീഷന്റെ പാറ്റേൺ എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് അറിയിക്കും. മാക്സിമം ആളുകൾക്ക് സ്റ്റേജിൽ റെക്കഗ്നീഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കാരണം രാജഗിരി പോലുള്ളൊരു ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിലൊന്ന് കയറിയാൽ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ റിയൽ ആ കളർ പുറത്തു വരും. തീർച്ചയായിട്ടും അത് കാണുന്ന ആൾക്ക് തോന്നും അടുത്ത പ്രോഗ്രാമിൽ എനിക്ക് ഇവിടെ വരണമെന്ന്. ഒരു സംശയവും വേണ്ട. ആ ഹാളിൽ 100 കണക്കിന് ആളുകൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടും. ഇന്ന് ഫെബ്രുവരി മാസത്തിൽ ബിസിനസ് ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ 5 റോയൽറ്റി അച്ചീവേഴ്സ്, അതുപോലെ സ്റ്റാർ അച്ചീവേഴ്സ് ഒക്കെ ഉണ്ട്. ആ 5 റോയൽറ്റി അച്ചീവേഴ്സ് പറയുകയാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് റീന മാഡം ഉണ്ട്, അതുപോലെ പത്തനംതിട്ടയിൽ നിന്ന് വിനു ജോൺ സാറുണ്ട്, അതുപോലെ തന്നെ അടൂരിൽ നിന്ന് നമ്മുടെ ഷിഹാബുദ്ദീൻ സാറുണ്ട്, കൊടുങ്ങല്ലൂരിൽ നിന്ന് ആഷിഖ് സാറുണ്ട്, പിന്നെ ഒരാളൂടെ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞാണ് പേര് എഴുതി വെക്കണം ഞാൻ. ഓക്കെ, ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും റോയൽറ്റി ആൻഡ് അബോവ് ലീഡേഴ്സിന് മിക്കവാറും സ്റ്റേജിൽ തന്നെയുള്ള റെക്കഗ്നീഷൻ കൊടുക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഈ മാസം കഴിയുന്നത്ര ആളുകളെ പുതിയ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് ഉറക്കച്ചാടാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊള്ളാം. കീസോളിൽ ഒത്തിരി പുതിയ മാറ്റങ്ങൾ, ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ പല ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവും. ഉഡാൻ കുറേ ആളുകൾ രജിസ്റ്റർ ചെയ്തു. ഉഡാൻ്റെ ഫസ്റ്റ് ബാച്ചിൻ്റെ ക്ലാസ്സൊക്കെ നടക്കണു. ഇന്നും 7 മണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാധാരണ 7 നടക്കുന്ന കീസോളിൻ്റെ പ്രോഗ്രാം നടന്നില്ല. കീസോളിലും ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് 3:30 ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. 3 മണിക്ക് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അതും കുറച്ച് പേര് കേട്ടു, പക്ഷെ എല്ലാവരും കേട്ടിട്ടില്ല. ഞാൻ ആളോട് ചോദിച്ച് സമയം കളയുന്നില്ല. PUC വണ്ടർവേൾഡ് ക്യുക്ക് KSO ഓണേഴ്സിന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സാധനം 10,000 രൂപയ്ക്ക് മുകളിൽ സിംഗിൾ ബില്ല് അടിക്കുകയാണെങ്കിൽ 3% എക്സ്ട്രാ ഇൻസെൻറ്റീവ് കിട്ടും ഓൺ യുവർ പർച്ചേസ്. സാധാരണ ഇതിൽ സെയിൽസിനാണല്ലോ കൊടുക്കുന്നത്. ഉഡാൻ ലിങ്ക് ഓപ്പൺ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് നേഹമാരുമായിട്ട് ബന്ധപ്പെടാൻ എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുക. നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് കിട്ടും. 10,000 PV അല്ല, 10,000 രൂപയുടെ ഓർഡർ ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ PUCക്കാർക്ക് 3% എക്സ്ട്രാ കിട്ടും. 50,000 ആണെങ്കിലോ 5% എക്സ്ട്രാ കിട്ടും. സാധാരണ കിട്ടുന്ന PUC കമ്മീഷൻ, ഇൻസെൻറ്റീവ് അതൊക്കെ എന്ന് പറഞ്ഞാൽ സെയിൽസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പോൾ KSO ഉള്ളവർ എത്ര പേരുണ്ട്? KSOക്കാർ എത്ര പേരുണ്ട്? 100 ചെയ്യും. നമ്മൾ KSOക്കാർ സാധനം ഓർഡർ ചെയ്യുമ്പോൾ ഒരു 3,500 ഓർഡർ ചെയ്താലും സാധനം ഫ്രീ ആയിട്ട് നമുക്ക് എത്തും. പല ആളുകളും കയ്യിൽ കിട്ടുന്ന പൈസയ്ക്ക് ഓർഡർ ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് 10,000 അതിൽ കൂടുതലോ ആണെങ്കിൽ 49,999 വരെ ഉള്ളതിന് 10,000 ഗുണിതങ്ങൾക്ക് 3% വീതം കിട്ടും. 50,000 കഴിഞ്ഞാൽ 5% എക്സ്ട്രാ കിട്ടും. ഇത് എല്ലാവരോടും പറയുക. നോക്കൂ, കഷ്ടിച്ചൊരു 12 KSOക്കാർ ഇതിനകത്തുള്ളൂ.
കേരളത്തിൽ 200-ലധികം KSOക്കാരുണ്ട്. KSOക്കാരുടെ ഗ്രൂപ്പുണ്ട്. നമ്മൾ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവരോടൊക്കെ അറിയിക്കുക. അതുപോലെ PUC വണ്ടർവേളി ക്യൂക്കുകാർ എത്ര പേരുണ്ട്? അവരും കൂടെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തോട്ടു. PUC ആൻഡ് വണ്ടർവേളി ക്യൂക്ക് ഓണേഴ്സ്. ഇത് നിങ്ങൾക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾ ഡിപ്പോയിൽ നിന്ന് പർച്ചേസ് ചെയ്താലും സിംഗിൾ ബില്ലിലായിരിക്കണം പർച്ചേസ്. ബിനു സാർ വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ബില്ല് ചെയ്യുന്നത് കീസോൾ ഐറ്റംസ് മാത്രം 10,000 രൂപയ്ക്ക് മുകളിൽ ബില്ല് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു പ്രൊഡക്റ്റിൻ്റെ കൂടെ പർച്ചേസ് ചെയ്ത് ചെറിയൊരു കുറവ് വന്നാലും കമ്പ്യൂട്ടർ സ്വീകരിക്കില്ല കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കീസോൾ പ്രൊഡക്റ്റുകൾ 10,000 രൂപയ്ക്ക് മുകളിൽ സിംഗിൾ ബില്ലിൽ പർച്ചേസ് ഉണ്ടെങ്കിൽ 3% എക്സ്ട്രാ കിട്ടും. 50,000 കൂടുതലുണ്ടെങ്കിൽ 5% എക്സ്ട്രാ കിട്ടും. ഇത് ഇന്ന് വന്ന ഒരു പ്രത്യേക ഓഫറാണ്. ഇന്ന് മുതൽ മാർച്ച് 31 വരെയുള്ള പർച്ചേസിനായിരിക്കും ഈ നേട്ടം കിട്ടുക. അല്ലാത്തവർക്ക് കിട്ടില്ല. അപ്പോൾ ആൾ വിളിച്ചേ ഞാൻ ഇന്നലെ പർച്ചേസ് ചെയ്തായിരുന്നു, അത് ഇന്നായിരുന്നെങ്കിൽ അല്ലേ. പല ആളുടെ മങ്ങാണെന്ന് എനിക്കറിയാം. ഇന്നലെ എടുത്തു പോയി. സാരമില്ല, അതങ്ങനെയാണ് എപ്പോഴും. നമുക്ക് എന്ത് ചെയ്യണം? അത് എത്രയും വേഗം വിറ്റ് തീർക്കാം. ഓക്കെ, പുതിയ പ്രൊമോഷൻ പ്രോഗ്രാം ഒക്കെ നടത്തി ആളുകളെ വിളിച്ച് ഡെമോ കാണിച്ച് ഹോം മീറ്റിംഗ് നടത്തി PUC മീറ്റിംഗ് നടത്തി പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ട് ലെറ്റസ് ഡു ദിസ് മന്ത് മാക്സിമം. എന്തിനാണ്? കൈവിട്ട് ചാടാൻ വേണ്ടിയാണ് ഈ സംഗതികളൊക്കെ തരുന്നത്. ഈ മാസത്തേക്ക് മാത്രം. യു പുട്ട് യുവർ ബെസ്റ്റ് എഫർട്ട്. കീസോൾ എങ്കിൽ കീസോൾ, എല്ലാത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ഇപ്പം ഇങ്ങനെ ചെറിയ എന്താ പറയുക, കൂടുതൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റി വരുമ്പോഴേ ആളുകൾക്ക് ചില ദുസ്വഭാവങ്ങളൊക്കെ വരും. അപ്പം TCG ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട് ഒരു 5 കാര്യം. എന്താണ് TCG നമ്മൾ ഓർമ്മിപ്പിക്കുന്ന 5 കാര്യങ്ങൾ? ആരെങ്കിലുമൊക്കെ ചാറ്റ് ബോക്സ് എഴുതുമോ നോക്കട്ടെ. എന്തൊക്കെയാണ്? കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത്. ഇപ്പോൾ ആള് പറയും സാറേ PUCക്കാരോട് ഇത് പറഞ്ഞ് നടക്കുമോ? നടക്കാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശരിയല്ലേ? ചില ഷോപ്പിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കയറി ചെല്ലുമ്പോഴേ കാണാൻ പോലെ കടം ചോദിക്കരുത്, കടം ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്യരുത് എഴുതി വെച്ചിട്ടുണ്ട്. ചില ഷോപ്പിലൊക്കെ ഞാൻ കണ്ടു, കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചില ഷോപ്പുകളിൽ വളരെ രസകരമായിട്ട് എഴുതിയോ, ഇന്ന് രൊക്കം നാളെ കടം. കേട്ടണ്ട? രൊക്കം എന്ന് പറഞ്ഞാൽ ഇന്ന് പൈസ തരണം, നാളെ കടം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ നാളെ ചെല്ലുമ്പോൾ എന്താ കാണുന്നത്? ഇന്ന് രൊക്കം നാളെ കടം. അതെല്ലായിടത്തും എഴുതി വെച്ചോണ്ടാ മതി. കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യരുത്. അത് ചെയ്യുന്നത് നമുക്ക് പ്രയാസമുണ്ടാക്കും. ഇതിനെക്കുറിച്ച് നമ്മുടെ മുകേഷ് കൊട്ടാരി സാർ പറയുന്ന ഒരു അടിപൊളി എക്സാമ്പിൾ ഉണ്ട്. കാരണം പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവർ കടം ചോദിക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ പണം തിരിച്ചു തരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അവർ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. നമുക്കും അവരോട് എന്തെങ്കിലും ചോദിക്കാൻ പ്രയാസം വരും. കാരണം ഞാൻ ചോദിക്കുമ്പോൾ വിളിക്കുമ്പോൾ പൈസയ്ക്ക് വേണ്ടിയാണല്ലോ അവർ വിളിക്കുന്നതെന്ന് വിചാരിക്കുമല്ലോ വിചാരിച്ച് വിളിക്കാനുള്ള ആൾക്കും വിളിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ വരുമ്പോൾ RCMന്റെ പ്രോഗ്രാമുകളിൽ നിന്ന് അവർ അകന്നകന്നു പോകും. വലിയൊരു പ്രോഗ്രാമിൽ 2006 ഞാൻ പങ്കെടുത്തതുപോലെ വലിയൊരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് അവർ തീരുമാനമെടുത്ത് അവരുടെ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യേണ്ട ഒരാളായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് പൈസ കടം കൊടുത്തു, ആ പ്രോഗ്രാമിൽ വന്നാൽ എന്നെ കാണേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അയാൾ ഒഴിഞ്ഞു മാറുന്നു. വെറും ഒരു 500-1000 രൂപ കൊണ്ട് ഞാൻ അയാളുടെ ജീവിതം ബ്ലോക്ക് ചെയ്തു. ശരിയല്ലേ? അങ്ങനെ ചെയ്യാൻ ഇടവരരുത്. അതുകൊണ്ട് ആർക്കും കടം കൊടുക്കരുതെന്നാണ് മുകേഷ് കൊട്ടാരി സാർ നമുക്ക് കോട്ടയത്ത് ഒരു LDPയിൽ കൃത്യമായിട്ട് പറഞ്ഞത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നോ റോങ് വേ ഓഫ് ജോയിനിങ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അറിഞ്ഞോ അറിയാതെയോ ഒരാൾ RCMൽ അസോസിയേറ്റ് ബയർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന്റെ ടീമിലല്ലാതെ വേറെ ഏതെങ്കിലും ടീമിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് വാലിഡ് അല്ല, അത് നിലനിൽക്കില്ല. എപ്പോൾ വേണമെങ്കിലും അത് ടെർമിനേറ്റ് ആവാം, ബ്ലോക്ക് ചെയ്യപ്പെടാം. ഞാനിത് പറയുന്നത് പല ആളും ഇപ്പൊ തന്നെ പറയുന്നത് അതൊക്കെ ചുമ്മാ പറയുക. ഒരാളുടെ പേരിൽ തന്നെ എത്ര ഗ്രൂപ്പിൽ ഐഡി എടുത്ത് എനിക്കറിയാം. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു തരാൻ ആളുണ്ടാവും, ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ടാവും. അവർക്ക് അങ്ങനെ അനുഭവം ഉണ്ടാവും. ഹെൽമറ്റ് വെക്കാതെ വണ്ടി ഓടിച്ചു പോകുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഒരാൾ പറയുന്നത് ഞാൻ 33 വർഷമായിട്ട് വണ്ടി ഓടിക്കും, ഞാൻ ഹെൽമറ്റ് വാങ്ങിച്ചിട്ടില്ല, എന്നെ ഇതുവരെ പോലീസ് പിടിച്ചിട്ടില്ല, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്, വിട്ടോടാ
ഈ ഹെൽമെറ്റ് വണ്ടി ഓടിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്ന ഒരുത്തൻ ഇന്ന് എന്താ പറയാ ഭാഗ്യദോഷം കൊണ്ട് ഹെൽമെറ്റ് ഇല്ലാതെ പോയി അവനെ പോലീസ് പൊക്കുന്നു. ന്യായം പറഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടോ? ആ ചട്ടം 33 വർഷമായിട്ട് ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുപോലെയാണ് ഇവിടെ. ഞാനിത് പറയാൻ കാരണം, അങ്ങനെ ID ആക്റ്റീവായി വർക്ക് ചെയ്തതിന് ശേഷം ബ്ലോക്ക് ആകുന്ന ആളുകളുടെ സങ്കടം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. പക്ഷെ ഒരു നിവൃത്തിയില്ല. സിസ്റ്റം ഫോളോ ചെയ്യാനായിട്ട് TCG പറയുക. ദൈവത്തെ ഓർത്ത് അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ആരും പോയി ചാടരുത്, ആരെയും അങ്ങനെ അപകടത്തിൽ പെടുത്തരുത്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്, താൽക്കാലിക ലാഭത്തിന് വേണ്ടി അങ്ങനെ ആളുകളെ കുഴിയിൽ ചാടിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും ഉണ്ട്, മനുഷ്യരല്ലേ, RCBയിൽ വരുന്നവരും മനുഷ്യരല്ലേ. അതിനകത്ത് അങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകളൊക്കെ കാണും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് അതിനകത്ത് ഒരു ക്ലോസ് പറഞ്ഞ എന്താണ്, തെറ്റായ കാര്യം അപ്ലൈൻ പറഞ്ഞാലും ചെയ്യരുത്. അപ്പോൾ അപ്ലൈൻ പറയുന്ന എല്ലാം തെറ്റാന്ന് വിചാരിച്ച് ഒന്നും ചെയ്യേണ്ടതല്ല കേട്ടോ അർത്ഥം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ അപ്ലൈൻ പറഞ്ഞാലും ചെയ്യരുത്. അതുപോലെ ഇപ്പോൾ ഈ ഓഫർ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്, നോ റോങ് വേ ഓഫ് ബില്ലിങ്. പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാതെ ബില്ല് ചെയ്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയോ, പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് ബില്ല് ചെയ്യാതെ വെക്കുകയോ ചെയ്യരുത്. ഇതൊക്കെ പറഞ്ഞാൽ എല്ലാവരും 100% ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർ 100% ആത്മാർത്ഥതയും കൃത്യമുള്ളവരായിരിക്കും എനിക്കറിയാം. കാരണം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത്. 80,000 പേര് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന കേരളത്തിൽ 800 പേരേ ഉള്ളൂ, 1%. യെസ്, അതാണ് 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ 1% ആളുകളുടെ എന്താണ് പറയുക, ആ ഒരു താല്പര്യം, അവരുടെ ആഗ്രഹം, അവരുടെ ഫയർ, അവരുടെ ഡ്രീം ഒക്കെയാണ് ഈ സംവിധാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആളുകൾ തീർച്ചയായിട്ടും 100% കൃത്യതയോടുകൂടി, സിൻസിയറിറ്റിയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, ഡെഡിക്കേഷനോടുകൂടി, പിന്നെ എന്തൊക്കെയാണോ പറയാവുന്നത് അതെല്ലാം കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ സിസ്റ്റം മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ആളുകൾ വളരും. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. നമ്മൾ നാരായണൻ പറയാറില്ലേ, 100% സത്യസന്ധമായിരിക്കണം. യെസ്, RCM സത്യമാണ്, സുതാര്യമാണ്, ശരിയാണ്, ട്രൂ, ട്രാൻസ്പെറൻ്റ് ആൻഡ് ഓണസ്റ്റ്. അതിൽ നിന്ന് മാറി ഏതെങ്കിലും തരത്തിലൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് അപ്പോൾ തന്നെ സ്പീഡ് കുറയും. ഭയങ്കര എന്താ പറയുക, പവറുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ഇതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും തെറ്റായ രൂപത്തിൽ, ഞാനത് പറയാൻ കാരണം, ഏപ്രിൽ മാസത്തെ പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ മാർച്ച് മാസത്തിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാമെന്ന് ആരെങ്കിലും ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ശരിയായ രൂപത്തിൽ ചെയ്യൂ, ആൻഡ് വി ക്യാൻ അച്ചീവ് ഇറ്റ്. അത്രയും പ്രൊഡക്റ്റുകളുണ്ട്. ഈ മാസം എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഒന്ന് ഫോക്കസ് ചെയ്യൂ. യു ക്യാൻ അച്ചീവ് ദ ടാർഗറ്റ് വാട്ട് യു എയിം. എല്ലാവർക്കും സ്റ്റേജിൽ കയറി ഒരു അച്ചീവ്മെന്റ് നേടാനുള്ള ഒരു ചാൻസിലേക്ക് വരാൻ നമുക്ക് കഴിയണം. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞ മറ്റൊരു പോയിന്റ് കൂടെ എന്താണ്, ലിമിറ്റ് ദ റിലേഷൻസ് ടു ദ ലിമിറ്റ്. ആളുകളായിട്ടുള്ള ബന്ധമേ, പലപ്പോഴും അപ്ലൈനും ഡൗൺലൈനും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ്. ക്രോസ് ലൈനുമായിട്ടുള്ള ബന്ധം അതിരുവിടും. അപ്പോൾ പറയേണ്ടാത്ത കാര്യങ്ങളാണ് മുഴുവൻ പറയുന്നത്, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയുകയില്ല. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആരോട് പറയണം? നിങ്ങളുടെ അപ്ലൈനോട് പറയണം. ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ് ആൻഡ് കെയറിങ് അപ്ലൈൻ ആരാണോ അവരോട് പറയണം. അവരോടത് പറയത്തേയില്ല. ക്രോസ് ലൈനിൽ പോയിട്ട് എല്ലാം പറയും, ക്രോസ് ലൈനിൽ ചർച്ച നടത്തും. അങ്ങനെ ഒന്നും ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. നമ്മുടെ മൈൻഡ് യുവർ ഓൺ ബിസിനസ്, നിങ്ങളുടെ ബിസിനസ്സിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ടീമിൽ വന്നിരിക്കുന്ന ആളുകളുടെ ഓരോരുത്തരുടെയും സക്സസ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഇപ്പോഴത്തേക്ക് മാത്രം പറഞ്ഞതല്ല കേട്ടോ. ആസ് ലോങ് ആസ് വി ആർ ഇൻ RCM നമുക്ക് അത് പാലിക്കണം. നമുക്കറിയാം, RCM കേരള അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. കഴിഞ്ഞ സീസണിൽ ന്യൂട്രിചാർജ് കൊടുത്ത ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തുകൊണ്ട് വീരാംഗന വീർ ക്ലബിൽ മെമ്പേഴ്സ് 3-ാം തീയതി ബോംബെയിൽ നടക്കുന്ന സെലിബ്രേഷന് വേണ്ടിയിട്ട് യാത്ര പുറപ്പെട്ടു. കുറച്ച് ആളുകൾ ഓൾറെഡി ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നാളെയും കുറച്ച് പേര് പുറപ്പെടുന്നുണ്ടാവും. മറ്റന്നാളും കുറച്ച് ആളുകൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്നുണ്ട്.
സൈരേന്ദ്രമാടൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് റെഡി ആയിരിക്കുകയാണ്. ഞാനും പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആളുകൾ മറ്റന്നാൾ പോകുന്നു. ചില ആളുകൾക്ക് ഒറ്റ ദിവസത്തെ പ്രോഗ്രാമേ ഉള്ളൂ, 3-ാം തീയതി. കൂടുതൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് 2 ദിവസത്തെ പ്രോഗ്രാം ഉണ്ട്. പക്ഷെ ഒരു ദിവസത്തെ പ്രോഗ്രാം അല്ലേ, എന്തിനാ ബോംബെക്ക് പോകുന്നതെന്ന് ചിന്തിച്ച പല ആളുകളുണ്ട്. അങ്ങനെ ചിന്തിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. കോടിക്കണക്കിന് ആളുകൾ ആർഎസ്എസിൽ ജോയിൻ ചെയ്തു. ഏകദേശം 4 കോടിയോ അതിൽ കൂടുതൽ ആളുകൾ ആർഎസ്എസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു കണക്ക് പറയുന്നത്. 140 കോടിയുള്ളതിൽ വെറും 4 കോടി ആൾക്ക് മാത്രമേ ആർഎസ്എസിൽ വരാൻ ഭാഗ്യമുണ്ടായത്. അതിൽ തന്നെ ലൈവായിട്ട് നിൽക്കുന്ന ആളുകൾ വീണ്ടും കുറവാണ്. അങ്ങനെ ലൈവായിട്ടുള്ള ആളുകൾ തന്നെ ന്യൂട്രൽ ചാർജ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം മേ ബി ഒരു 20%. അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് വളരെ പരിമിതമായ എണ്ണം ഉള്ള ആളുകൾ മാത്രമേ വീരാംഗന വീർ ക്ലബിലേക്ക് വന്നിട്ടുള്ളൂ. അതിൽ തന്നെ ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത ആളുകളും ആ ക്ലബിലുള്ളതിൻ്റെ ഏതാണ്ട് പകുതിയോളം ആളുകളുള്ളൂ. സോ എത്ര വലിയ ഫിൽറ്ററിംഗ് ആണ് അവിടെ നടന്ന ആലോചിച്ച് നോക്കാം. ഏതാണ്ട് ഒരു 300-ൽ താഴെ ആളുകൾ മാത്രമേ ഓൾ ഇന്ത്യ തലത്തിൽ അച്ചീവ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് പോകാൻ ബാഗ് എടുക്കുമ്പോൾ മുതലുള്ള ഫോട്ടോകൾ എടുക്കുക, വീഡിയോ എടുക്കുക, റീൽസ് ഒക്കെ ഉണ്ടാക്കുക, അവിടെ ചെന്ന് കിട്ടുന്ന പ്രോഗ്രാം അതൊക്കെ നിങ്ങളുടെ ടീമിൽ ഗ്രൂപ്പിലിട്ട് പ്രൊമോട്ട് ചെയ്യുക. അടുത്ത പ്രാവശ്യത്തെ ന്യൂട്രിചാർജിന്റെ പ്രോഗ്രാമിന് ഞാനും പോകുമെന്ന് നിങ്ങളുടെ ആക്ഷൻ, നിങ്ങളുടെ നേട്ടം കണ്ടിട്ട് നിങ്ങളുടെ ടീമിലുള്ള തീരുമാനിക്കണം. അതാണ് പറഞ്ഞേ, വി ആർ ഇൻ എ പ്രൊമോഷൻ ഇൻഡസ്ട്രി. തീർച്ചയായിട്ടും നമ്മൾ നേടുന്നത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്ത് അവർക്കും ചെയ്യാനുള്ള പ്രേരണ കൊടുത്ത് പ്രചോദനം കൊടുത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. സോ 3ഉം 4ഉമായിട്ട് ബോംബെയിൽ നടക്കുന്ന ഇവന്റ് അതൊരു കളർഫുൾ ഇവന്റ് ആണ്. അവിടെയും നമ്മൾ 1-ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിനെ പങ്കെടുപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ലാതെ പറയാം, നമ്മുടെ കൊച്ചു കേരളമാണ്. ഓക്കെ, സോ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനത്തോടു കൂടി നിങ്ങളെ ഒന്ന് തട്ടി അഭിനന്ദിക്കാം. യെസ്, ഗ്രേറ്റ്, നമ്മളും അങ്ങനെ ഒരു ടീമിന്റെ ഭാഗമാണ്. ഓക്കെ, അടുത്ത പ്രാവശ്യത്തെ പ്രോഗ്രാമിൽ നിങ്ങളുണ്ടാണ്. 5000 BV ന്യൂട്രി ചാർജ് ചെയ്താൽ യു ക്യാൻ ഓൾസോ രജിസ്റ്റർ യുവർ നെയിം ഇൻ വീരാംഗന വീർ ക്ലബ്. അവിടെ നിങ്ങൾക്ക് കൂടുതൽ സെയിൽസ് ടിപ്സും ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്ങും പ്രൊഡക്റ്റ് നോളജും ഒക്കെ തരും. ഇനിയുള്ള കാലം മുഴുവൻ ആ ക്ലബിൽ നിന്നില്ലെങ്കിലും അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൂർച്ച കൂട്ടാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ന്യൂട്രിചാർജ് ഉൽപ്പന്നം എന്താണെന്ന് അവരോട് സജസ്റ്റ് ചെയ്ത് എന്നാലെങ്കിൽ തന്നേരെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള പ്രാപ്തി നേടാൻ ഈ ക്ലബിൽ നമ്മൾ കയറുന്നത് സഹായിക്കും. പ്രത്യേകിച്ച് ഒരു പൈസയും കൊടുക്കണ്ടെന്നേ. ഇവിടെ ഇന്ന് നമ്മുടെ നാട്ടിൽ തയ്യൽ പഠിക്കണമെങ്കിലും ടൈപ്പ് റൈറ്റിംഗ് പഠിക്കണമെങ്കിലും ഒക്കെ പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുക്കാൻ പഠിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും നമ്മുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വീരാംഗന വീർ ക്ലബിലേക്കുള്ള എൻട്രി. 5000 BV ന്യൂട്രി ചാർജ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, നാം എല്ലാവരും അതിൽ ചേരണം. ആഴ്ചയിൽ 3 ദിവസമേ ക്ലാസ് ഉള്ളൂ. തിങ്കൾ, ബുധൻ, വെള്ളി രാത്രി 9 മണി മുതൽ 10 മണി വരെ. അത്താഴമൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ വീഡിയോ ഓൺ ചെയ്ത് ഇങ്ങനെ ആ ലാപ്ടോപ്പിന്റെ അല്ലെങ്കിൽ മൊബൈലിന് മുമ്പിൽ ഇരുന്ന് ഒരു നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് എഴുതുക. ആദ്യത്തെ മാസം നിങ്ങൾക്ക് 12-13 ക്ലാസ് ഉണ്ടാകും. തീർച്ചയായിട്ടും ആ കിട്ടുന്ന അറിവും ആ ഒരു എക്സൈറ്റ്മെന്റും നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചുള്ള ആ അറിവും കൊണ്ട് ഉറപ്പായിട്ടും 10,000 അതിൽ കൂടുതലോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത സീസണിൽ വരുന്നതും കിട്ടും. ഒപ്പം നമുക്കറിയാം കൺസിസ്റ്റൻസിയുടെ ബെനിഫിറ്റിൽ 10,000 PV അതിൽ കൂടുതൽ ചെയ്യുന്നവർക്ക് ക്യാഷ് അവാർഡ് കിട്ടും. ന്യൂട്രി ചാർജ് മാർജിൻ തരുന്ന ക്യാഷ് അവാർഡ് കിട്ടും. ഗിഫ്റ്റ് പ്രൊഡക്റ്റ് ആസിറ്റീസ് കിട്ടും. അതിൻ്റെയൊക്കെ ലാഭരേഷൻ മനസ്സിലാക്കണം. എന്തൊരു പ്രൊഡക്റ്റ് എത്ര പൈസയാണ് തരുന്ന ആർച്ചറിയോ? ഒരു സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർക്കൊക്കെ അറൗണ്ട് 70,000 rupees ടോട്ടൽ ഇൻകം ഒരു മാസം വരുന്നത്. ഇതൊക്കെ കണക്കൂട്ടി എടുക്കണമെങ്കിൽ എങ്ങനെയാ വരുന്ന ആലോചിച്ച് നോക്കാം. അതല്ലെങ്കിൽ അത്തരം പൈസ കിട്ടണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഡയമണ്ട് ക്ലബ് 100% പ്രൊഡക്റ്റ് യൂസ് ഉള്ള ഒരു വീട്ടിൽ ഉറപ്പായിട്ടും ഡയമണ്ട് ക്ലബ് വരും. അതാണ് കഴിഞ്ഞ ദിവസം അഖില മാഡം കാണിച്ച ആ പ്രോഗ്രാം. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇന്ന് തന്നെ അത് കേട്ടിട്ട് ഉറങ്ങാൻ പാടുള്ളൂ. 1 hour അതിനകത്തുണ്ട്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നിത്യോപയോഗത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആർസിമിലുള്ള ഒരു പ്രൊഡക്റ്റിന് പകരമായിട്ട് വേറൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ തീരുമാനിക്കുക, അത് നടപ്പിലാക്കുകയും ചെയ്താൽ യു വിൽ ബിക്കം എ ഡയമണ്ട് ക്ലബ് അച്ചീവർ. നോ ഡൗട്ട് 5000 PV ഒരു ഐഡിയയിൽ വന്നിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ 70 പേര്, നമുക്കൊക്കെ ആയിരക്കണക്കിന് ആളുകൾ പരിചയമില്ലേ, വേറെ 70 കുടുംബങ്ങളിൽ ആർസിമിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 3 ലക്ഷം PV ആയി. 140 പേരായാൽ യു ആർ എ സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ. ഇപ്പോൾ ഡയമണ്ട് ക്ലബോ അതിൽ കൂടുതലോ ചെയ്യുന്ന ആളുകളുടെ
എണ്ണം എത്ര കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രയും നല്ലതാണ്. അതെങ്ങനെ പറ്റും? പ്രൊഡക്റ്റിൻ്റെ മേന്മ അവർക്ക് മനസ്സിലാക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിനെന്ത് ചെയ്യണം? ഹോം മീറ്റിംഗ് നടത്തി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തണം. PUCകളിൽ റെഗുലർ മീറ്റിംഗ് നടത്തി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കണം. വലിയ വലിയ പ്രോഗ്രാമുകൾ ഇപ്പോൾ ഈ മാസം നമുക്ക് കേരളത്തിൽ ഫയറപ്പ് എന്ന പേരിൽ നമ്മൾ ഒരു 10-12 സ്ഥലങ്ങളിൽ വലിയ പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ചാർട്ടായിട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതിൻ്റെ 1-2 ലീഡർമാരുടെ ഡേറ്റ് കൺഫേം ആകാൻ ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. ഞാനൊന്ന് പറയാം, നിങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റുന്നത് നോട്ട് ചെയ്തോളൂ. തുടങ്ങുന്നത് മൂവാറ്റുപുഴയിൽ പഴയ്ക്കാപ്പള്ളിയിലാണ്. ഈ മാസം 4-ാം തീയതി ഡോക്ടർ രാജൻ സാറിൻ്റെ ഒരു പ്രോഗ്രാം. ഇത് ഫയറപ്പ് എന്ന പേര് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ആർക്കും എല്ലായിടത്തും ഏത് പ്രോഗ്രാമിലും പങ്കെടുക്കാം. അങ്ങനെ പറയുമ്പോൾ ഇതിന് മുൻപ് തന്നെ പ്ലാൻ ചെയ്തിരുന്ന ഒരു പ്രോഗ്രാം നാളെ വടക്കാഞ്ചേരിയിൽ നടക്കുന്ന തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഗോപകുമാർ സാറ് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം. അദ്ദേഹമാണ് നാളത്തെ പ്രോഗ്രാം ചീഫ് ഗസ്റ്റ്. അത് കഴിഞ്ഞാൽ 4-ാം തീയതി ഡോക്ടർ രാജൻ സാറിൻ്റെ പ്രോഗ്രാം മൂവാറ്റുപുഴയിൽ. ഇതിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്യുക, ടീമിലുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക. പ്രോഗ്രാമിൽ പങ്കെടുക്കുക. നമ്പർ ഓഫ് പീപ്പിൾ അറ്റൻഡിങ് ബിഗ് ഇവൻറ്റ്സ് വിൽ ഡിറ്റർമിൻ യുവർ സക്സസ്. നിങ്ങൾ എവിടെയുണ്ടെങ്കിലും നിങ്ങളുടെ ടീമിലുള്ള ആളുകൾ ഇതുപോലുള്ള പ്രോഗ്രാമുകളിൽ കഴിയുന്നതും കുടുംബസമേതം പങ്കെടുക്കുന്ന ഉറപ്പുവരുത്തുക. പിന്നെ അവിടെ ഒരു സംശയം ഉണ്ടാവില്ല. അവർ നിങ്ങളുടെ ടീമിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഒരു മെമ്പറായിട്ട് മാറും. അപ്പോൾ 4-ാം തീയതി നമുക്ക് തൊടുപുഴയിൽ ഡോക്ടർ രാജൻ സാറിൻ്റെ പ്രോഗ്രാം. അതുപോലെ ഡോക്ടർ രാജൻ സാറിൻ്റെ തന്നെ പ്രോഗ്രാം 16-ാം തീയതി കോട്ടയത്ത് നടക്കും. ഇതിൻ്റെയൊക്കെ വെന്യൂ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പുറകെ ഡീറ്റെയിൽസ് വരുന്നുണ്ടാകും. കണ്ണൂർ നമ്മുടെ റൂബി ബിനു സാറാണ് ചീഫ് ഗസ്റ്റ്. അദ്ദേഹം 14-ാം തീയതിയാണ് കണ്ണൂർ പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത്. കോഴിക്കോട് നമ്മുടെ സ്വപ്നങ്ങളുടെ രാജകുമാരൻ റൈസിംഗ് കോർ ലീഡർ ആരാണ്? ഗിരീഷ് ചാലക്കുടി. 28-ാം തീയതിയാണ് കോഴിക്കോട്. പാലക്കാട് ഒരു ഡബിൾ ധമാൽ ആണ്. ഒരേ ദിവസം തന്നെ 2 പ്രോഗ്രാമാണ്. 2 പ്രധാന വ്യക്തികൾ. നമ്മുടെ എമറാൾഡ് സുഭാഷ് പേരാവൂർ, അദ്ദേഹം ഒരു പ്രൊഡക്റ്റ് ക്ലാസ് 17-ാം തീയതി സൺഡേ ആണ്. അതോടൊപ്പം തന്നെ സ്റ്റാർ എമറാൾഡ് അർജുൻ സാറും അന്ന് ആ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഡബിൾ ധമാൽ അവിടെ ഉണ്ടാകും. 16-ാം തീയതി തന്നെ ചാലക്കുടിയിൽ നമ്മുടെ കോർ ലീഡർ സുജിത് സാർ ഉണ്ടാവും. എറണാകുളത്ത് നമ്മുടെ യൂത്ത് ഐക്കൺ അവാർഡ് ജേതാവുകൂടിയായിട്ടുള്ള സ്റ്റാർ എമറാൾഡ് ശ്രീജിത്ത് സാർ എറണാകുളത്ത് 13-ാം തീയതിയാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. പിന്നെ ഹരിപ്പാട് 16-ാം തീയതി അർജുൻ സാർ ഉണ്ടാവും. പാലക്കാട് ഞാൻ പറഞ്ഞല്ലോ, പാലക്കാട് 17-നാണ്. പത്തനംതിട്ടയിൽ നമ്മുടെ ഹോസ്റ്റ് ആയിട്ടുള്ള റൈസിംഗ് കോർ ലീഡർ റൂബി ഹേമന്ത് സാറാണ് പത്തനംതിട്ടയിലെ അതിഥി. അദ്ദേഹം 10-ാം തീയതിയാണ് പത്തനംതിട്ടയിൽ. അദ്ദേഹം തന്നെ 9-ാം തീയതി കിളിമാനൂർ ഉണ്ടാവും. പിന്നെ നമ്മുടെ നാരായണേട്ടൻ കൊല്ലത്ത് സ്റ്റാർ എമറാൾഡ് നാരായണൻ സാർ. ഞങ്ങളിങ്ങനെ നാരായണേട്ടൻ വിളിക്കുമ്പോൾ ചിലപ്പോൾ ആൾ വിചാരിക്കുന്നത് ആരാണെന്ന്. സ്റ്റാർ എമറാൾഡ് നാരായണൻ സാറിനാണ് ഞങ്ങൾ നാരായണേട്ടൻ വിളിക്കുന്നത് കേട്ടോ. അദ്ദേഹം 16-ാം തീയതി കൊല്ലത്തുണ്ടാവും. പിന്നെ മലപ്പുറത്ത് നമ്മുടെ കരുവാരക്കുണ്ട് ഡിപ്പോയിൽ നമ്മുടെ റൈസിംഗ് കോർ ലീഡർ സ്റ്റാർ എമറാൾഡ് ബാബു സാർ കോട്ടയം. ഇത്രയും പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേര് നോട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് ചെയ്യാത്തവർ വിഷമിക്കൊന്നും വേണ്ട, അത് ഗ്രൂപ്പിൽ ഉണ്ടാകും. ഇന്ന് തന്നെ അല്ലെങ്കിൽ കഴിയുന്ന എത്രയും വേഗം അതൊരു ചാർട്ടായിട്ട് തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഇത് കൂടാതെ വേറെയും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമുകളൊക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക. എല്ലാ പ്രോഗ്രാമിലും നിങ്ങളുടെ ടീമിൽ നിന്ന് മാക്സിമം ആളുകൾ പങ്കെടുക്കുമെന്ന് ഉറപ്പുവരുത്തുക. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന ചെലവിനെ ചെലവായിട്ട് കാണരുത്. അതെന്താവണം? ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. യെസ്, ഹരിപ്പാട് ഞാൻ വിട്ടുപോയതാ പറയാൻ. ഹരിപ്പാട് അല്ല പറഞ്ഞല്ലോ, ഹരിപ്പാട് 16 ഞാൻ പറഞ്ഞത് 10 ആണോ സാറേ? 10. യെസ്, ഞാൻ എഴുതിയതിൽ പെശ വന്നത്. ഈ 0 അല്ല 10ന്റെ 0 എഴുതി 6 പോലെ ആയിപ്പോ, സോറി. യെസ്, ഓക്കെ. അപ്പോൾ 10-ാം തീയതിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വിചാരിക്കുന്നു. മാക്സിമം പ്രോഗ്രാമിൽ ആളുകൾ പങ്കെടുക്കുക. കോട്ടയം പറഞ്ഞല്ലോ, കോട്ടയം 16-ാം തീയതി ഡോക്ടർ രാജൻ സാർ. സ്ഥലം വിടാമെന്ന് പറഞ്ഞില്ല. നിങ്ങളുടെ ആ ഏരിയയിലെ ഹോസ്റ്റ് സീനിയർ ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാൽ അറിയും. ഉടനെ തന്നെ another 2 days നമുക്ക്
അതൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ആളുകളൊക്കെ ഓൾമോസ്റ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വളരെ എന്താ പറയുക, മാർച്ച് മാസത്തിൽ ഞാൻ പറഞ്ഞില്ല, ആ കയറന്ന് കൈവിട്ട് ചാടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നേട്ടാ. എല്ലാവരും ചാടണം, അടുത്ത ലെവലിലേക്ക് ചാടി പിടിക്കണം. ഓക്കെ, എന്നിട്ട് ഏപ്രിൽ 22 നടക്കുന്ന പ്രോഗ്രാമിൽ ഒരു അച്ചീവറായിട്ട് നിങ്ങൾ വരണം. നിങ്ങളുടെ ടീമിന്റെ മുമ്പിൽ 10 പേരെ കൊണ്ടുവരണം. നിങ്ങൾക്ക് കിട്ടുന്ന റെക്കഗ്നിഷൻ അവരെ കാണിച്ചു കൊടുക്കണം. ഞാനും പുലിയാണെന്ന് അവരെ കാണിച്ചു കൊടുക്കണം. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ടീമിലുള്ളവർക്ക് അഭിമാനം തോന്നണം. അതിനുവേണ്ടിയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് പേടിക്കണ്ട. ചൂടുണ്ടെങ്കിൽ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ട കരുതലെടുക്കുക. ഓറഞ്ച് റിഫ്രഷറിന്റെ ഒരു ഓഫർ ഉണ്ട്. ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ കിട്ടും. പക്ഷെ മുൻകൂട്ടി പറഞ്ഞ് ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ, എല്ലായിടത്തും കിട്ടുകയില്ല. അപ്പോൾ ഡിപ്പോയിൽ ഓർഡർ ചെയ്യുന്ന PUCക്കാർക്ക് കിട്ടും, PUC പറ്റുന്ന സാധനം തീരുന്നതിന് മുമ്പ് ചെല്ലുന്നവർക്ക് കിട്ടും, പിന്നെ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, ഇപ്പോൾ ഉള്ളവർക്ക് കിട്ടും. സുജി സാറെ, നമുക്ക് ആ ഗാമ ഉർസുലോണിന്റെ PPT ഒന്ന് വെച്ച് തരാൻ പറ്റുമോ? സുജി സാറ് വണ്ടി ഒന്ന് പുറത്തിറങ്ങിയ, അതോ വീഡിയോ ഓൺ ചെയ്ത് കാണുന്നുണ്ട്, പോയിട്ടില്ല എന്ന് വിചാരിക്കണം. അപ്പോ കാരണം ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ ഈ പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ മാക്സിമം ആളുകളെ പങ്കെടുപ്പിക്കുക. അതുപോലെ മാർച്ച് 8 ഡൽഹിയിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. എന്താ പ്രോഗ്രാം എന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്? ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ്. ഹിസ്റ്റോറിക്കൽ ഇവന്റ് ഡയറക്ട് സെല്ലിങ്ങിൽ ഏറ്റവും കൂടുതൽ യെസ് അറിയാവുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. ഗുഡ് 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 ഗുഡ്. ഓക്കെ, പോകുന്നവരും ഉണ്ട്. വുമൻസ് ഡേ, അതിൽ ഏറ്റവും കൂടുതൽ ത്രില്ല് നമ്മുടെ രാഖി മാഡത്തിനാണ്. കാരണം ഡൽഹിയിലെ പ്രോഗ്രാം, രാഖി മാഡം ഡൽഹിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണ സമയത്ത് സൂം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതാണ് രാഖി മാഡം RCMൽ സജീവമാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. രാഖി മാഡം ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. എവിടെയാണ്? ഹാൻഡ് റൈസ് ചെയ്യൂ, ഞാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. രാഖി മാഡം ഒരിക്കൽ കൂടെ ഹാൻഡ് റൈസ് ചെയ്യാം, സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ. കാരണം യെസ്, ഇതെന്താ സാറേ ഒരു പിക്ചറിനൊരു ക്ലാരിറ്റി. യെസ്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് ഉപയോഗിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ട്? ഗാമ ഒറിജിനോൾ ആണ്. ഗാമ ഒറിജിനോൾ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? ഇപ്പൊ ഉപയോഗിക്കാത്തവർ ചോദിക്കണ്ട, ഡെയിലി ഗാമ ഒറിജിനോൾ ഉപയോഗിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? ഇങ്ങനെ ചോദിക്കാൻ എന്താ അറിയോ, പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരിൽ ഗാമ ഒറിജിനോൾ ഉപയോഗിക്കുന്നില്ലാത്തവർ കാണാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. കാരണം ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതാണ്. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ഈ കാണിച്ചിരിക്കുന്ന പടത്തിൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഇതെല്ലാം ഓരോ അസുഖങ്ങളുടെ റെപ്രസെന്റേഷനാണ്, ശരിയല്ലേ? ഇതൊക്കെ അസുഖങ്ങൾ. ഈ വക അസുഖങ്ങൾക്കൊക്കെ മരുന്നും പ്രതിരോധവുമാണ് ഈ പ്രൊഡക്റ്റ് ഗാമ ഒറിജിനോൾ. എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, കഴിച്ചാൽ എന്ത് ഗുണം, ഇതെല്ലാം നമ്മൾ 100 കണക്കിനോട് പറഞ്ഞിട്ടുണ്ട്. സാർ, അതിൻ്റെ അടുത്ത സ്ലൈഡ് നോക്കോ. നമ്മൾ വളരെ അഭിമാനത്തോട് ഓർക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞു 140 കോടി ജനങ്ങളുടെ ഇന്ത്യയിൽ വെറും 4 കോടി ആളുകൾ മാത്രമേ RCMയെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. അതിൽ തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിന്റെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാറുള്ളൂ. അവർക്ക് മാത്രമേ ഈ എക്സ്ട്രീം പ്രീമിയം നോളജ് കിട്ടാറുള്ളൂ. ആലോചിച്ച് നോക്കൂ, 10,000 രൂപ വരെ വിലയ്ക്കാണ് കമ്പനികൾ ഗാമ ഒറിജിനോൾ മാർക്കറ്റിൽ വിൽക്കുന്നത്. ഡോക്ടർമാര് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് 10-17ഓളം അസുഖം, നമുക്കൊക്കെ പേര് പറയാൻ അറിയാവുന്ന ഒട്ടുമിക്ക അസുഖങ്ങൾക്കും മരുന്നായിട്ട് ലോകത്താകമാനം കൊടുക്കുന്ന ഈ പ്രൊഡക്റ്റ് നമുക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽ കാറ്റഗറിയിലായതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. RCMും എപ്പി ഓർഗാനിക്സും കൈകോർത്തുകൊണ്ട് ഇത് വളരെ നിസ്സാര വിലയ്ക്ക് നമുക്ക് കിട്ടുന്നു. വെറും 590 രൂപ. ഒന്ന് ആലോചിച്ച് എത്ര വില വ്യത്യാസം. ഇവിടെ പത്തനംതിട്ടയിലെ അക്ബർ ഷംസുദ്ദീൻ സാറ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഗൾഫിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അറബി മുതലാളിക്ക്
അന്ന് അദ്ദേഹം വാങ്ങിച്ചു കൊടുത്തത് ഏതാണ്ട് 80,000 രൂപ വില വരുന്ന അറേബ്യൻ മണിക്കാണ്. 4,000 റിയാൽ നോട്ട് പറഞ്ഞു. ഇപ്പൊ പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 90,000 രൂപ വരും. അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം അന്ന് അദ്ദേഹത്തിന്റെ മുതലാളി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അസുഖം വരാതിരിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ്. ഇത്രയും വില കൂടിയ സാധനം അസുഖം വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള കോൺഫിഡൻസ് അദ്ദേഹത്തിന് എത്രയുണ്ട്? അതാ ഞാൻ പറഞ്ഞത്, നമുക്കിങ്ങനെ പ്രൊഡക്റ്റ് കിട്ടിയിട്ട് അല്ലെ. 60 ക്യാപ്സൂൾ GRCM പറഞ്ഞാൽ 453 രൂപ. എത്രയുണ്ട്? ദിവസവും കുറഞ്ഞത് 2 എണ്ണം ഉപയോഗിക്കുക. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ മേക്ക് ഇറ്റ് 4. എന്തെങ്കിലും അസുഖം എന്ന നിലയ്ക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ മേക്ക് ഇറ്റ് 6. ഈ 2 വീതം 3 നേരം കഴിക്കുക. ഇത് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ പറയുന്നതാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. മൂർത്തി സാറ് പറഞ്ഞ 6 എണ്ണം കഴിക്കാൻ അതിനകത്ത് കുപ്പിക്കകത്ത് എഴുതിയിരിക്കുന്ന 1 ഉള്ളൂ അല്ലെങ്കിൽ 2 ഉള്ളൂ, അത് പറയണ്ട. ഉപയോഗിച്ച ആളുകളുടെ അനുഭവം അപ്പൊ കണ്ടില്ലേ, തൈറോയ്ഡ് മാറി എന്ന് എഴുതിയിരിക്കുന്നത്. ഇഷ്ടം പോലെ ആളുകളുണ്ട്. തൈറോയ്ഡ് മാത്രമല്ല, എത്രയോ അസുഖങ്ങൾ മാറി, ക്യാൻസർ മാറി. അതായത് ഇനി നിങ്ങൾക്ക് ലൈഫില്ല എന്ന് ഡോക്ടർമാർ എഴുതി തള്ളിയ ആള് ഇത് ഉപയോഗിച്ച് ക്യാൻസർ മാറിയ അനുഭവമുണ്ട്. സാർ നെക്സ്റ്റ് ആ സ്ലൈഡും കൂടെ ഒന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം നമ്മൾ ഉപയോഗിക്കാന്നുള്ളത് മാത്രമല്ല, RCMലൂടെ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളിലേക്ക് ഇത് എത്തിക്കണം. ഇന്ത്യയിലെ ഏതാണ്ട് 54 കോടി ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളും മരുന്ന് ഉപയോഗിക്കുന്നവരാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് എത്തിക്കാൻ നമുക്ക് പറ്റണം. എന്തൊക്കെ അസുഖങ്ങൾക്കാണ് ഇത് വരുന്നത്, ഗുണം ചെയ്യുന്നത്, അവിടെ ആളുകൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ടല്ലേ. ഇതെല്ലാം സത്യമാണ്. നമ്മുടെ ഡോക്ടർ ദിനേശ് ബാബു സാർ കോയമ്പത്തൂർ, അദ്ദേഹം ചെറിയൊരു ആരോഗ്യ പ്രശ്നമായിട്ട് ഒരു വിശ്രമത്തിലാണ്. അദ്ദേഹം വേഗം ക്യൂർ ആകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം നമുക്ക് തന്നൊരു പ്രോഗ്രാം ഉണ്ട്, യൂട്യൂബിൽ എൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ അതൊന്ന് അയച്ചു കൊടുത്തിട്ട് ആളുകൾ പറഞ്ഞാൽ നിങ്ങളൊന്ന് കേൾക്കണം. ഗാമോർസിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ആസ് എ ഡോക്ടർ അദ്ദേഹം പറഞ്ഞത്, ഏത് അസുഖത്തിനും മരുന്ന് കൊടുക്കുമ്പോൾ ഈ അസുഖത്തിന് ഇത്ര ദിവസം മരുന്ന് കഴിച്ചാൽ അസുഖം മാറുമെന്ന് ഡോക്ടർ പ്രതീക്ഷിക്കുമ്പോൾ ഗാമോർസിനോട് ചേർത്ത് കൊടുക്കുമ്പോൾ അത് പകുതി മതി. അപ്പോൾ മരുന്ന് അത്രയും കാലം കഴിച്ചാൽ മതി, അസുഖം പെട്ടെന്ന് ഭേദമാകുന്നു. സാധാരണഗതിയിൽ രോഗശമനം ഉണ്ടാകാൻ പ്രയാസമുള്ള കേസുകളിലൊക്കെ ഗാമോർസിനോട് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മാറുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് തന്നെ പറയുന്നു, നമുക്ക് ഈ കഞ്ഞി മാത്രം കൊടുത്താൽ പോതുമാ എന്ന് പറഞ്ഞാൽ, കഞ്ഞി ഇത് റൈസ് ബ്രാൻ എന്ന് പറഞ്ഞാൽ റൈസ് തവിടിൽ നിന്ന് എടുക്കുന്നത്, അതുകൊണ്ട് കഞ്ഞിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഗുളിക കൊടുത്താൽ പോരെന്ന് സ്റ്റാഫ് പോലും ചോദിക്കുന്ന തരത്തിൽ ഇതിന്റെ ഗുണം എല്ലാവർക്കും പ്രകടമായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സോ തീർച്ചയായിട്ടും ഇതും താങ്ക് യു ശ്രീ സാർ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മിഷൻ 5 crore പരമാവധി ആളുകളിലേക്ക് എത്രയും വേഗം ഈ പ്രൊഡക്റ്റ് എത്തിക്കുക. ബാക്കി ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ആസ്വദിക്കാനാണ് അല്ലേ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ സൂപ്പും നൂഡിൽസും ഒക്കെ അതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഉപയോഗിക്കാറുണ്ട്. ഗുഡ് ഡോട്ടിന് ഒത്തിരി പ്രൊഡക്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഗുഡ് ഡോട്ടിൻ്റെ എല്ലാ പ്രൊഡക്റ്റും പറയാൻ അറിയാവുന്നവരും ഉപയോഗിക്കാൻ അറിയാവുന്നവരും വളരെ കുറവാണ്. എന്നിട്ടും ഗുഡ് ഡോട്ടിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നമ്മുടെ ടീമിൽ നിന്ന് ആളുകൾ പങ്കെടുക്കുന്നില്ല. അതെന്താ കാര്യം? നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സൂം പ്രോഗ്രാമുകൾ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാതെ അറിവ് കിട്ടാൻ നമുക്ക് കിട്ടുന്ന അവസരമാണ്. അതെന്താ നമ്മൾ പ്രയോജനപ്പെടുത്താത്തത്? RCM നമുക്ക് വളരണ്ടേ? വളരണമെങ്കിൽ ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. എൻ്റെ ടീമിലുള്ള ആളുകൾ പ്രൊഡക്റ്റുകൾ കൂടുതൽ വാങ്ങുകയും പ്രൊഡക്റ്റുകൾ കൂടുതൽ സെയിൽ ചെയ്യുകയും കൂടുതൽ ആളുകളെ RCMക്ക് കൊണ്ടുവരികയും ചെയ്താൽ മാത്രമേ എനിക്ക് വളരാൻ കഴിയൂ. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് വളരണമെന്ന് ആര് തീരുമാനിക്കണം? അവനവൻ തീരുമാനിക്കണം. അങ്ങനെ ഒരാള് ഒരു തീരുമാനമെടുത്താൽ അവർ ആ തീരുമാനത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അവരെ സിസ്റ്റത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ സഹായിക്കും. സിസ്റ്റത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ സഹായിക്കും. ഞാൻ എയർഫോഴ്സിൽ ജോലി വേണ്ടെന്ന് വെച്ച് പോരുമ്പോൾ സൈരേന്ദ്ര മാഡം എൻ്റെ ടീമിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ശ്രീശൻ സാർ എൻ്റെ ടീമിൽ വരുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. വിനു സാർ എൻ്റെ ടീമിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു, എനിക്ക് എന്നിലും സിസ്റ്റത്തിലുള്ള വിശ്വാസം ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ RCM എത്ര വളർന്നിരിക്കുന്നു. RCM ഒരു തുളസിച്ചെടി പോലെ ആയിരുന്നെങ്കിൽ ഇന്നൊരു ആൽമരം പോലെ ആയിരിക്കുന്നു. നിങ്ങൾക്ക് തണലോ താങ്ങോ എന്തു വേണമെങ്കിലും ആകാനുള്ള കെൽപ്പ് RCM ആർജിച്ചിരിക്കുന്നു. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം.
പുട്ട് യുവർ ബെസ്റ്റ് എഫർട്ട്. അടുത്ത ഒരു 2 വർഷത്തേക്ക് നിങ്ങളെ സമർപ്പിക്കുക ആർസിമിൽ. എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ടോപ്പ് പ്രയോറിറ്റിയിൽ ആർസിം ഏറ്റെടുക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക. 2 വർഷം 1,00,000 രൂപ മന്ത്ലി ഇൻകം കിട്ടുന്ന ലെവലിൽ എത്തുന്നത് വരെ വേറൊരു കാര്യത്തിനും നമ്മൾ തിരിഞ്ഞു നോക്കരുത്. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുക്കുക. കാരണം നോക്കൂ, അനുദിനം ചെലവ് കൂടി വരികയാണ്. ഒരു കാര്യത്തിൽ നമുക്ക് സെക്യൂരിറ്റി ഇല്ല, ഒരു കാര്യത്തിലും ഷുവർട്ടി ഇല്ല. ആരോഗ്യമാവട്ടെ, എന്ത് കാര്യത്തിലും വരുമാനം കിട്ടുന്ന വഴികളൊക്കെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരിലും ചിന്തിക്കാറുണ്ടോ? ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിര വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ചെലവ് കുറച്ച് വണ്ടി ഓടിക്കാം, പക്ഷേ അത് വരുമ്പോൾ മറ്റൊരു ഭാഗം അടഞ്ഞു പോകും. ഇന്ന് ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന പല ആളുകളും പെരുവഴിയിലാവും. വർക്ക്ഷോപ്പ് നടത്തി ഉപജീവനം നടത്തുന്ന പല ആളുകളും പെരുവഴിയിലാവും. കണ്ടുകൊണ്ടിരിക്കുക കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ IT കമ്പനികൾ പോലും ആളുകളെ ഒരു കണക്കും ഇല്ലാതെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ മക്കൾ പഠിച്ചു വന്നിട്ട് ജോലിക്കാരായി വരുമാനം വാങ്ങിച്ച് നമ്മളെയൊക്കെ സംരക്ഷിക്കും എന്നുള്ള മൂഢസ്വർഗത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മളൊക്കെ വലിയ ഭാഗ്യമുള്ളവരാണ്. കാരണം ആളുകളെ പറ്റിച്ച് കബളിപ്പിച്ച് പൈസ കൊണ്ടുപോകുന്ന ഒത്തിരി സ്കീമുകളും പൊല്ലാപ്പുകളും ഉണ്ടായിരുന്ന അതിനെല്ലാം തുടച്ച് വൃത്തിയാക്കി ഇന്ന് ഇന്ത്യയിൽ ഗവൺമെന്റ് നിയമവിധേയമായി ഡയറക്ട് മാർക്കറ്റ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയപ്പോൾ അതിലേറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന, എത്തിക്കലായിട്ട് പ്രവർത്തിക്കുന്ന, ട്രൂ, ട്രാൻസ്പെറന്റ് ആൻഡ് ഓണസ്റ്റ് ഈ സിസ്റ്റത്തിൽ വരാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിലൂടെ 10 പൈസ ഉണ്ടാക്കാനും നമുക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവാനുഗ്രഹം കൊണ്ട് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതുകൊണ്ട് 10 പേരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അതുകൊണ്ടാണ് TCG പറയുന്നത്, ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് കാണാതെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനുഷ്യന്റെ നന്മ ചെയ്യുന്ന രീതിയാക്കി കണ്ടുകൊണ്ട് ഒരു നല്ല മനുഷ്യനായിക്കൊണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ പൈസ വരിക എന്നുള്ളത് ഇതിൻ്റെ ഒരു സ്വഭാവമാണ്. മണി ഈസ് ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് RCM. അങ്ങനെ അതിനെ കണ്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഹൃദയപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. RCMലൂടെ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഒരു മനുഷ്യ ജീവിതത്തിൽ വേണ്ടതെല്ലാം തരാൻ കഴിയുന്ന ഒരു കൽപ്പവൃക്ഷമാണ് RCM. നമുക്ക് അതിൽ ഉറച്ചു നിന്ന് മുമ്പോട്ട് പോകാം. 2 വർഷം നിങ്ങളെ സബ്മിറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ കൂടെയല്ല, നിങ്ങളുടെ മുമ്പിൽ എന്നും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് RCM.